ഹലോ, വെൽക്കം ടു പൾപിറ്റ്. അപ്പൊ നമ്മളിന്ന് ഒരു തീം ഹണ്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്, ഒരു ചെറിയൊരു സെഷനാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ ഒരു എക്സാമിന് ഈ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ലൈക്ക് നമ്മൾ ഓൾറെഡി ഇതിന്റെ പാറ്റേൺസിനെ പറ്റിയും എന്തൊക്കെ ടൈപ്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ അതില് വളരെ പ്രോമിനന്റ് ആയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കണ്ടുവരുന്ന ഒരു പാറ്റേൺ ആണ് തീം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു വർക്കിലെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വർക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീം ഏതാണ് എന്ന് ചോദിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ്. അത് നിങ്ങൾ പി ഒക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഞാൻ ഇവിടെ രണ്ട് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഫെമിനിസ്റ്റ് തീംസ് ഇൻ അനിത ദേശായി's ക്ലിയർ ലൈറ്റ് ഓഫ് ടുഡേ, തീം ഓഫ് ഐഡന്റിറ്റി, നിസം എസഗേൽസ് പോയം, ബാക്ക്ഗ്രൗണ്ട് കാഷ്വലി. അപ്പൊ ഇതുപോലെ ഒത്തിരി വർക്ക്സ് ഉണ്ട്. അതിനകത്തെല്ലാം വളരെ പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓരോ വർക്കിന്റെയും പ്രോമിനന്റ് തീംസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഇത് രണ്ട് പി ഒ ക്യൂസ് ആണ് നിങ്ങളുടെ മുന്നിരിക്കുന്നത്. ഇനി ബാക്കി വർക്കുകളിൽ പ്രധാനപ്പെട്ട തീം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാം. അങ്ങനെ ഒരു ആദ്യത്തെ ഒരു 5 മോഡ്യൂളിൽ നിന്നുള്ള സെലക്ടഡ് ഒരു റാൻഡംലി സെലക്ടഡ് വർക്ക്സിൽ ഈ പറയുന്ന തീം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് നോക്കാൻ പോവുകയാണ്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, നിങ്ങളുടെ സിലബസിനകത്തുള്ള എല്ലാ വർക്കിലെയും പ്രോമിനന്റ് തീം ബേസ്ഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കാം, PDF ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാം. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഓരോ വർക്കിലെയും പ്രധാനപ്പെട്ട തീംസ്. ഇനി ഇതിന്റെ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക, തീം ബേസ്ഡ് ക്വസ്റ്റ്യൻസിന് മാത്രമല്ല ഇത് ഉപകാരപ്പെടുന്നത് എന്നുള്ളതും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. എന്ന് പറഞ്ഞാൽ ഈ തീമുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ മാത്രമേ ഇതിലെ കോൺസെപ്റ്റുകൾ എഴുതാവൂ എന്നുള്ളതല്ല. നമ്മൾ ഈ നോക്കാൻ പോകുന്ന പല കോൺസെപ്റ്റുകളും ഇതിലെ ഈ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് പല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കോൺസെപ്റ്റുകളായിരിക്കും. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് നിങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോ നമുക്ക് ഇപ്പൊ ഇവിടെ പി ഒക്ക് നോക്കുക, ഫെമിനിസ്റ്റ് തീംസ് ഇൻ അനിത ദേശായി's ക്ലിയർ ലൈറ്റ് ഓഫ് ദി ഡേ. അപ്പൊ ക്ലിയർ ലൈറ്റ് ഓഫ് ദി ഡേയിൽ വളരെ പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു തീമാണ് ഫെമിനിസം എന്ന് പറയുന്നത്. ദെൻ തീം ഓഫ് ഐഡന്റിറ്റി, അഗൈൻ ബാക്ക്ഗ്രൗണ്ട് കാഷ്വലിയിലെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു തീം തന്നെയാണ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആദ്യത്തെ 5 മോഡ്യൂളിൽ നിന്ന് സെലക്ടഡ് ആയിട്ടുള്ള കുറച്ച് വർക്ക്സിലെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡീൽ ചെയ്യാം. ഓക്കെ, അപ്പൊ മോഡ്യൂൾ 1 അതിൽ ഞാൻ ഹാംലെറ്റ് ആണ് എടുത്തിരിക്കുന്നത്. എക്സിസ്റ്റൻഷ്യൽ ഡൗട്ട് ഇൻ വില്യം ഷേക്സ്പിയേഴ്സ് ഹാംലെറ്റ്. നൗ ഈ ക്വസ്റ്റ്യന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? വളരെ ഒബ്വിയസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അതൊരു റിസ്ക് അല്ലേ? കാര്യം ഒരു കോമൺലി എല്ലാവർക്കും അറിയാവുന്ന, ഇപ്പൊ തൊട്ടു മുന്നേ ചോദിച്ച 2 ചോദ്യങ്ങളുടെയൊക്കെ ഗണത്തിൽപ്പെടുന്ന ഒരു ചോദ്യം തന്നെയാണ് ഇത്. അപ്പോൾ അങ്ങനത്തെ ഒരു ചോദ്യം വരുമ്പോ നിങ്ങൾക്ക് എന്താണ് അവിടെ ഒരു എഡ്ജ് കിട്ടുന്നത്? നിങ്ങൾക്ക് എങ്ങനെയാണ് അവിടെ കുറച്ച് ഒന്ന് ഡിഫറെന്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്നു, എക്സിസ്റ്റൻഷ്യൽ ഡൗട്ട് ഇൻ വില്യം ഷേക്സ്പിയേഴ്സ് ഹാംലെറ്റ്. ജസ്റ്റ് ടേക്ക് എ ലുക്ക് അറ്റ് ദി ആൻസർ. Existential doubt in William Shakespeare's Hamlet transforms a conventional tragedy into a profound exploration of human purpose, shifting the primary conflict from external swordplay to an internal crisis of identity and meaning. See, ആ ഒരു ഇൻട്രൊഡക്ഷനിൽ തന്നെ വളരെ കൃത്യമായിട്ട് ഈ ഒരു പ്ലേയുടെ പ്രത്യേകത പറയുന്നുണ്ട്. അതായത് ഇതൊരു കൺവെൻഷണൽ റിവെഞ്ച് ട്രാജഡി അല്ല, ഒരു എക്സ്റ്റേണൽ സ്വാട്ട് പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും മിയർ ഫിസിക്കൽ ആക്ഷൻസിന് അപ്പുറത്തേക്ക് ഐഡന്റിറ്റി ക്രൈസിസ് പോലുള്ള കാര്യങ്ങളിലോട്ടും മീനിങ് തേടിയുള്ള ഒരു മനുഷ്യന്റെ സഞ്ചാരത്തിലോട്ടും എല്ലാം ഈ ഒരു പ്ലേ ചലിക്കുന്നുണ്ട്. സി, ആ ഫസ്റ്റ് സെന്റൻസ് തന്നെ എക്സിസ്റ്റൻഷ്യൽ ഡൗട്ട് എന്ന് പറയുന്ന കാര്യം നമ്മൾ അഡ്രസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇൻട്രൊഡക്ഷൻ തന്നെ പ്രോപ്പർ ആണ്. ഇനി അവിടെ ബോൾഡി കൊടുത്തിട്ടുള്ളത് നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് എഴുതിയിരിക്കേണ്ട പോയിന്റ്സ് ആണ്. ഇഫ് യു ആർ ആസ്ക്ഡ് അബൌട്ട് എക്സിസ്റ്റൻഷ്യൽ ഡൗട്ട് ഇൻ ഹാംലെറ്റ്, Hamlet's famous hesitation is not a sign of simple cowardice or psychological weakness, but the result of a fundamental loss of faith in rational, divinely ordered universe. അയാളുടെ പ്രശ്നം, അയാളുടെ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ ഹാംലെറ്റിന്റെ ഏറ്റവും വലിയ പ്രോബ്ലത്തിനെ അഡ്രസ് ചെയ്യുന്നത്. ഹാംലെറ്റിന്റെ ഒരു പ്രോബ്ലം എന്താണ്? പ്രൊക്രാസ്റ്റിനേഷൻ ആണ്, കാര്യങ്ങൾ ചെയ്യാനുള്ള മടിയാണ്. അപ്പൊ ഇവിടെ പറയുന്നത്, ഈ രസയിൽ പറയുന്നത്, അതൊരു പേടിച്ചിട്ടോ അല്ലെങ്കിൽ പുള്ളിക്കാരൻ ഇൻഹറന്റ്ലി വീക്കായ ഒരു മനുഷ്യന് ധീരത ഇല്ലാത്തത് കൊണ്ടോ ഒന്നും അല്ല. പകരം ഈ ഫെയ്ത്തില് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിവൈൻ ഓർഡർ എന്ന് പറയുന്ന ഒരു സാധനം ബേസിക്കലി പറയുന്നത് ഇങ്ങനെയാണ്. വി ഹാവ് ദിസ് നോഷൻ ദാറ്റ്
എല്ലാ കാര്യങ്ങളും ഓർഡേർഡ് ആണ്, തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. ഐ മീൻ നല്ലത് ചെയ്യുന്നവർക്കൊക്കെ നല്ലത് വരുന്നു എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഒരു സാധനം. പക്ഷെ പുള്ളി പറയുന്നത് അങ്ങനെയുള്ള ഒരു വേൾഡിൽ പുള്ളിക്ക് വിശ്വാസം നഷ്ടപ്പെടുകയാണ്, ഹാംലെറ്റിന്റെ വിശ്വാസം നഷ്ടപ്പെടുകയാണ്. സോ അതിന്റെ ഭാഗമാണ് ഹെസിറ്റേഷൻ. സോ ദ ഹെസിറ്റേഷൻ ഈസ് അബൌട്ട് ലൂസിങ് ഹിസ് ഫെയ്ത്ത് ഇൻ ദിസ് ഓർഡേർഡ് യൂണിവേഴ്സ്. അതിന്റെ കാരണമാണ് ഈ ഹെസിറ്റേഷൻ എന്ന് പറയുന്നത്, അല്ലാതെ ഒരു എന്തെങ്കിലും ഒരു വീക്ക്നെസ് ഒന്നുമല്ല. അപ്പൊ അവിടെയും ഈ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണ്? എക്സിസ്റ്റൻഷ്യൽ ഡൗട്ട് ആണ്. അപ്പൊ നിങ്ങളുടെ ഓരോ സെന്റൻസും നിങ്ങൾക്ക് എക്സിസ്റ്റൻഷ്യൽ ഡൗട്ടുമായിട്ട് ലിങ്ക് ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട്. കാരണം അല്ലെങ്കിൽ അത് ബീറ്റിംഗ് അറൗണ്ട് ബുഷായി പോകും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യവും ഹെസിറ്റേഷന്റെ റീസൺ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതാണെന്ന് ഞാൻ പറയുമ്പോഴും അത് എക്സിസ്റ്റൻഷ്യൽ ഡൗട്ടിൽ കൊണ്ട് നിങ്ങൾക്ക് മെർജ് ചെയ്യാൻ പറ്റും. സോ ഒരു മേജർ തീമിനെയാണ് നമ്മളിവിടെ ലിങ്ക് ചെയ്യുന്നത് കേട്ടോ. ഒരു മേജർ തീമാണ് നമ്മളിവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. സോ വെൻ കൺഫ്രണ്ടഡ് വിത്ത് ദ മർഡർ ഓഫ് ഹിസ് ഫാദർ ആൻഡ് ദ മോറൽ കറപ്ഷൻ ഓഫ് ദ അനിഷ്കോട്ട്, ഹി ബിഗിൻസ് ടു ക്വസ്റ്റ്യൻ ദ വാല്യൂ ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ് ഇറ്റ് സെൽഫ്. അല്ലെ, അദ്ദേഹം ഹ്യൂമൻ എക്സിസ്റ്റൻസിനെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അതിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ടു ബി ഓർ നോട്ട് ടു ബി. That's a question whether it's nobler in the mind to suffer the slings and arrows of outrageous fortune എന്നൊക്കെ പറയുന്ന ആ ഒരു സെറ്റ് ഓഫ് വാക്കുകൾ, അല്ലെ, വേൾഡ് ഫേമസ് ആയിട്ടുള്ള ലോകപ്രശസ്തമായിട്ടുള്ള ആ വാക്കുകൾ. അപ്പൊ ഹി ബിഗിൻസ് ടു ക്വസ്റ്റ്യൻ ദ വാല്യൂ ഓഫ് എക്സിസ്റ്റൻസ് ഇറ്റ് സെൽഫ്. ആ ടു ബി ഓർ നോട്ട് ടു ബിയിലെ ഒരു 4-5 വരികൾ കോട്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എക്സലന്റ് ആയിരിക്കും, നല്ല മാർക്ക് കിട്ടും. ഓക്കെ, അത് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ക്ലാസ്സിലൊക്കെ അത് എപ്പോഴെങ്കിലും ഹാംലെറ്റ് പഠിപ്പിക്കുവാണെങ്കിൽ നോക്കി വായിക്കാതെ അത് ഉള്ളിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വുഡ് ബി ബെറ്റർ. കുട്ടികൾക്ക് അത് ഭയങ്കര ഒരു നല്ലൊരു അനുഭവമായിരിക്കും. എനിവേ, അപ്പോ ദിസ് ഇന്റലക്ച്വൽ പാരാലിസിസ് ലീവ്സ് ഹിം സ്ട്രാൻഡഡ് ബിറ്റ്വീൻ ആക്ഷൻ ആൻഡ് തോട്ട്, അൺസർട്ടൺ ഓഫ് വാട്ട് ട്രൂത്ത് ആക്ച്വലി റിമെയിൻസ്. കണ്ടോ, നമ്മൾ ഇപ്പം ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ എക്സിസ്റ്റൻഷ്യൽ ഡൗട്ട് എന്ന് പറയുന്ന മേജർ തീമോട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു ആൻസറിന്റെ അപ്രോച്ച് ഇങ്ങനെ ആയിരിക്കണം. മെയിൻ തീമാണ് ചോദിച്ചിട്ടുള്ളത്. മാത്രമല്ല, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ വളരെ ജനറിക് സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും അല്ല ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, റിവഞ്ച് ട്രാജഡിയെ എങ്ങനെയാണ് ഷേക്സ്പിയർ ഒരു മിയർ ആക്ഷനിൽ നിന്ന് ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ആയിട്ട് മാറ്റുന്നു എന്നുള്ളത്, ഹാംലെറ്റിന്റെ ഹെസിറ്റേഷൻ എങ്ങനെയാണ് ഈ പറയുന്ന ഒരു അതിന്റെ പുറകിലുള്ള ഒരു റീസൺ, ഒരു എക്സിസ്റ്റൻഷ്യൽ റീസൺ നമ്മളിവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഫേസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഫേസ് ചെയ്യുന്ന ഒരു ഐഡന്റിറ്റി ക്രൈസിസ്, ഒരു എക്സിസ്റ്റൻസിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ട് അയാളെ കൊണ്ടെത്തിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ പറഞ്ഞു തന്നെ പോണം. ഇങ്ങനെ ഒരു ചോദ്യമാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോ ജനറിക് ഉത്തരങ്ങൾ എഴുതാതിരിക്കുക. സോ ദിസ് ഈസ് എ വെൽ സ്ട്രക്ചേർഡ് അക്കാഡമിക് ആൻസർ. ഇനി അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. ആ ബ്ലൂ കളറിൽ കൊടുത്തിട്ടുള്ളത് ഈസ് ആൻ എക്സ്ട്രാ സംതിങ് എക്സ്ട്രാ വിച്ച് വിൽ ഫെച്ച് യു മോർ മാർക്സ്. അതായത് ഒരു പക്ഷെ ഒരു നോർമൽ പ്രിപ്പറേഷൻ ചെയ്യുന്ന ഒരാൾ എഴുതാൻ സാധ്യത ഇല്ലാത്ത ഒരു കോൺസെപ്റ്റ് ആണ് ആ ബ്ലൂ ഫോണ്ടിൽ ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കിക്കേ, ബിയോണ്ട് ദ സ്റ്റാൻഡേർഡ് ഫിലോസഫിക്കൽ ക്രൈസിസ്, Hamlet's existential doubt manifests through a deep alienation from language and public roles imposed upon him by the society. ഒരു സൂപ്പർ പോയിന്റ് ആണ്. അത് പറയുന്നത് എന്താണ്? ഹാംലെറ്റിന്റെ എക്സിസ്റ്റൻഷ്യൽ ഡൗട്ട് എന്ന് പറയുന്നത് അത് ഒരു ഏലിയനേഷൻ, അതായത് അയാളെ ഇപ്പം നമ്മുടെ എല്ലാവരുടെയും മേൽ സൊസൈറ്റി ലാംഗ്വേജും പബ്ലിക് റോൾസും ഇമ്പോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ പുള്ളിക്കാരൻ ഒരു തരം ക്രൈസിസിലൂടെ പോകുമ്പോൾ ഹാംലെറ്റിന്റെ ഒരു എക്സിസ്റ്റൻഷ്യൽ ഡൗട്ട് വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം സ്വയം ലാംഗ്വേജിൽ നിന്നും പബ്ലിക് റോളുകളിൽ നിന്നും അയാൾ എന്ത് ചെയ്യുന്നു? അയാൾ ഏലിയനേറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, സൊസൈറ്റി അയാളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ലാംഗ്വേജിൽ നിന്നും പബ്ലിക് റോൾസിൽ നിന്നും അദ്ദേഹം ഏലിയനേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ലാംഗ്വേജ് എങ്ങനെ? ഒരു പെർട്ടിക്കുലർ പോയിന്റ് തൊട്ട് ഹാംലെറ്റ് വളരെ ട്രിക്കി ആയിട്ടാണ് സംസാരിക്കുന്നത്. ചോദിക്കുന്നവരൊക്കെ ഒന്ന് കളിയാക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. അതായത് നോർമൽ, അതുകൊണ്ടാണ് പലരും അയാളുടെ സാനിറ്റിയെ ഡൗട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് പൊളോണിയസ് തന്നെ ചോദിക്കുന്നുണ്ട്, വാട്ട് ആർ യു റീഡിംഗ് എന്ന് ചോദിക്കുമ്പോൾ വേർഡ്സ് എന്ന് പറയുന്ന ഒരു രംഗമുണ്ട് അതിനകത്ത്, അല്ലെ? അപ്പോ അവിടെയൊക്കെ സാധാരണ മനുഷ്യരുടെ ഒരു സംഭാഷണ രീതിയിൽ നിന്ന് മാറി ഇച്ചിരി എക്സെൻട്രിക് ആവാൻ തുടങ്ങി. അതുപോലെ അയാൾക്ക് കൊടുത്തിട്ടുള്ള പബ്ലിക് റോളുകളൊന്നും അയാൾ എന്ത് ചെയ്യുന്നില്ല, സ്വീകരിക്കുന്നില്ല. അപ്പൊ അത് അദ്ദേഹത്തിന്റെ എക്സിസ്റ്റൻഷ്യൽ ഡൗട്ടിന്റെ മാനിഫെസ്റ്റേഷൻസ് ആണ്. എ വെരി കോർ പോയിന്റ് ആൻഡ് സംതിങ് ദാറ്റ് അതർ പീപ്പിൾ മൈറ്റ് നോട്ട് റൈറ്റ്. ഓക്കെ, സോ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇനി he recognizes that courtly behavior, official morning rituals, and even revenge itself are merely hollow theatrical performances that fail to capture authentic grief or genuine morality. Very important point. It is something you should write if you are asked about existential crisis in Hamlet. അതായത്
കോട്ട്ലി ബിഹേവിയർ, ഈ മോർണിംഗ് റിച്വൽസ്, അതായത് ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ഒരു വിഷമിക്കുന്ന സ്റ്റേജ് ഉണ്ടല്ലോ, കറുത്ത വസ്ത്രം ധരിച്ച ആൾക്കാർ അദ്ദേഹത്തിനെ ഓർക്കുന്ന ആ ഒരു റിച്വൽസ്, റിവഞ്ച് പോലും ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹോളോയാണ്, പൊള്ളയാണെന്ന് അയാൾക്ക് തോന്നുന്നുണ്ട്. ഇതെല്ലാം തിയേറ്ററിക്കൽ പെർഫോമൻസുകളാണ് എന്ന് അയാൾക്ക് തോന്നുന്നുണ്ട്. ഒരു മനുഷ്യന്റെ ഒതന്റിക് ആയിട്ടുള്ള ഹ്യൂമൻ ഗ്രീഫിനെയും ജെന്യുവിൻ മൊറാലിറ്റിയും ഒന്നും ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത വെറും പ്രഹസനങ്ങളാണ് എന്ന് ഇയാൾക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോ ആ ഒരു അവസ്ഥയിലോട്ട് ഇദ്ദേഹം എത്തിച്ചേരുന്നുണ്ട്. അതായത് ഒരു ഡെയിലി ഒരു സാധാരണ മനുഷ്യന്റെ സാധാരണ മനുഷ്യർ വഹിക്കുന്ന റോൾസ്, അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും യാതൊരു അർത്ഥവുമില്ല എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് ഹി ഈസ് സ്ലോലി അല്ല, തുടക്കം തൊട്ട് ഹി ഈസ് കൈൻഡ് ഓഫ് ഗെറ്റിംഗ് ഇറ്റ്. ഇനി by viewing Denmark and the wider world as a literal and metaphorical prison, he becomes acutely aware of the limitations of human agency. അപ്പോ ഡെൻമാർക്കും ഈ ലോകവും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം, ആ പാവത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ തല കുടുങ്ങിക്കിടക്കുന്ന ഒരു വേൾഡ് മാത്രമാണ്, ഒരു പ്രിസണാണ്, ഒരു മെറ്റഫറിക്കൽ പ്രിസണാണ്, ഒരു ജയിലാണ്. സോ ഹിസ് മൈൻഡ് ഈസ് സ്റ്റക്ക് ഇൻ ഹിസ് ഹെഡ് ആൻഡ് എവറിത്തിങ് അറൌണ്ട് ഹിം ഈസ് പ്രിസൺ. എല്ലാം അദ്ദേഹത്തിന് ഒരു പ്രിസൺ ആണ്. കാര്യം തന്റെ അസ്തിത്വം, എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന കാര്യത്തിന് ഒരു മീനിങ് കിട്ടുന്നില്ല. ഓക്കെ, ഒരു അർത്ഥം കിട്ടുന്നില്ല. എക്സിസ്റ്റൻസ് ആൻഡ് അസ്തിത്വം രണ്ടും പറയാനും ഏതാണ്ട് ഒരേപോലെയാണല്ലേ. ഐ ജസ്റ്റ് റിയലൈസ് ദാറ്റ് മലയാളം വാക്കും ഇതും തമ്മിൽ ദർ ഇസ് ദിസ് ഒരു ഫൊണറ്റിക് കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. യാ, എനിവേ, സോ ultimately his existential dread exposes the terrifying gap between what a person is expected to do in a corrupt world and the paralyzing realization that individual actions may carry no ultimate cosmic significance at all. അതായത് ഒരു മനുഷ്യൻ ഈ വേൾഡിൽ ചെയ്യേണ്ട ജോലികൾ എന്താണെന്നുള്ളത്, അതിനോടൊപ്പം തന്നെ തിരിച്ചറിവ്, ഞാനിനി എന്തൊക്കെ ആക്ഷൻസ്, എന്റെ ഇൻഡിവിജ്വൽ ആക്ഷൻസ് ചെയ്താലും അതിന് ഒരു ഗ്രാൻഡ് സ്കീം ഓഫ് തിങ്സിൽ യാതൊരു റെലവൻസും ഇല്ല എന്നുള്ള ഒരു കൈൻഡ് ഓഫ് അപ്രോച്ചാണ് അദ്ദേഹം പതുക്കെ എത്തിച്ചേരുന്നത്. അപ്പോ ഒരു തീം ബേസ്ഡ് ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ആൻസറിന്റെ കണ്ടന്റിനോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് എല്ലാ പോയിന്റ്സും ആ തീമുമായിട്ട് വളരെയധികം ജെല്ല് ചെയ്ത് നിൽക്കുന്ന സാധനങ്ങളാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു 10 ക്വസ്റ്റ്യൻ വെറുതെ എടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു 15 ക്വസ്റ്റ്യൻ എടുത്തിട്ടിട്ട് അതിൽ എന്തൊക്കെ വേണം എന്നുള്ളത് ഒരു ഇങ്ങനെ പറഞ്ഞിരുന്നതിനേക്കാൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഒരു 5 ക്വസ്റ്റ്യൻ എടുത്തിട്ട് അതിന്റെ ആൻസർ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്ന് വായിച്ചു തന്ന് പറയുന്ന ഒരു റീസൺ അതാണ്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ഈച്ച് ആൻഡ് എവറി പോയിന്റ് ക്യാൻ കണക്ട് ടു ദ ക്വസ്റ്റ്യൻ ആസ്ക്ഡ്, ടു ദ തീം ആസ്ക്ഡ്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അത് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ആ ഒരു ആസ്പെക്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോ പ്രത്യേകിച്ച് ഇതൊക്കെ 5 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുള്ള എല്ലാം 5 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ്. എക്സാമിന് ചോദിച്ചിട്ടുള്ള ഈ ഫെമിനിസ്റ്റ് തീംസ് എന്ന് പറയുന്നത് 8 മാർക്സ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ വെൻ യു പ്രിപ്പയർ, യു ഷുഡ് പ്രിപ്പയർ ഇനഫ് പോയിന്റ്സ് ടു ഫേസ് എൻ 8 മാർക്സ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ പോയിന്റ്സ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുക. നല്ല കോഡ്സ് പറ്റുമെങ്കിൽ സെറ്റ് ചെയ്ത് വെക്കുക. ഹാംലെറ്റിനൊക്കെ കോഡ്സ് എഴുതിയാൽ നന്നായിരിക്കും, നല്ല ഇംപ്രസീവ് ആയിരിക്കും. ഓക്കെ, അപ്പോ ഇനി നിങ്ങൾക്ക് ഹാംലെറ്റിൽ നിന്ന് ഈ ഒരു കാറ്റഗറിയിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ് കറപ്ഷൻ ഇൻ വില്യം ഷേക്സ്പിയേഴ്സ് ഹാംലെറ്റും റിവെഞ്ച് ഇൻ വില്യം ഷേക്സ്പിയേഴ്സ് ഹാംലെറ്റും. രണ്ടും പ്രോമിനന്റ് തിങ്സ് ആണ് അതിനകത്ത്. പിന്നെ ഇതിനകത്ത് കറപ്ഷൻ എഴുതുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ ഇംപ്രസീവ് ആക്കാൻ വേണ്ടി ഇപ്പോ ഈ പൊളോണിയസ്, റോസൻക്രാൻസ്, ഗിൽഡൻസ്റ്റൺ പോലുള്ള കാര്യങ്ങളിൽ അവരൊക്കെ പോലുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ എസ്പിയണാഷ്, സ്പൈ വർക്കിലോട്ട് പോകുന്നുണ്ട്. അതായത് വിശ്വസിക്കാൻ ആരെയും സ്റ്റേറ്റ് സ്പോൺസേർഡ് സ്പൈ വർക്ക് അല്ലേ ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത്. സ്റ്റേറ്റിന്റെ, അതായത് കിങ്ങിന്റെ, ക്ലോഡിയസിന്റെ ഒരു കമാൻഡിൽ നടക്കുന്ന ഒരു സ്പൈ വർക്ക് തന്നെയല്ലേ അത്. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഈ കറപ്ഷൻ എഴുതുമ്പോൾ പറയാൻ പറ്റും. അതുപോലെ തന്നെ ഡെൻമാർക്കിന്റെ അവസ്ഥ, അതിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡയലോഗിൽ ദർ ഇസ് സംതിങ് റോട്ടൺ ഇൻ ദ സ്ട്രീറ്റ് ഓഫ് ഡെൻമാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് വേണം കറപ്ഷൻ എഴുതാൻ. റിവെഞ്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, അതിലെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള തീം തന്നെ റിവെഞ്ച് ആണ്. ഇൻഫാക്ട് റിവെഞ്ചിന്റെ ഫിലോസഫിക്കൽ റിഫ്ലക്ഷൻസ് അതിനകത്ത് ഒരുപാടുണ്ട്. ഈ പറയുന്ന പോലെ റിവെഞ്ച് അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു വാട്ട് എന്നുള്ള ഒരു ചോദ്യം അതിനകത്ത് വരുന്നുണ്ട്. സോ ഒത്തിരി പോസിബിലിറ്റീസ് ഉള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. കറപ്ഷൻ ഇൻ വില്യം ഷേക്സ്പിയേഴ്സ് ഹാംലെറ്റും റിവെഞ്ച് ഇൻ വില്യം ഷേക്സ്പിയേഴ്സ് ഹാംലെറ്റും. ഓക്കെ, ഇനി മോഡ്യൂൾ 2-ലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. An ideal socio-political commonwealth in Sir Thomas More's Utopia. അപ്പൊ യുട്ടോപ്പിയയിലെ
ഐഡിയൽ സോഷ്യോ പൊളിറ്റിക്കൽ കോമൺവെൽത്ത് എന്ന് പറയുന്ന ഒരു തീമിനെ പറ്റിയാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. എഗെയിൻ ഒരു തീം ബേസ്ഡ് ചോദ്യമാണ്. ഇനി ഇവിടെ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ കോമൺവെൽത്ത് ആ ഒരു ഫസ്റ്റ് പാർട്ട് നിങ്ങൾ വായിക്കുക. ആൻ ഐഡിയൽ സോഷ്യോ പൊളിറ്റിക്കൽ കോമൺവെൽത്ത് ഇൻ സർ തോമസ് മോർ സ്യൂട്ടോവിയ പ്രസൻസ് എ റാഡിക്കൽ ഹ്യൂമനിസ്റ്റ് ക്രിട്ടിക് ഓഫ് ദി 16th century European feudalism, replacing private property and class stratification with a meticulously ordered communal society based on reason and communal ownership. അവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, സോഷ്യോ പൊളിറ്റിക്കൽ കോമൺവെൽത്ത് അതാണ് ചോദ്യം. ഫസ്റ്റ് സെന്റൻസിൽ തന്നെ ആൻസർ അവിടെ എഴുതിയിട്ടുണ്ട്. ആൻസർ എവിഡന്റ് ആണ്. അതായത് ഈ പറയുന്ന യൂറോപ്പിലെ ഫ്യൂഡലിസ്റ്റിക് സിസ്റ്റത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് മറ്റൊരു സൊസൈറ്റിയെ പറ്റിയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. അറിയാലോ, അവർ 3 പേരും കൂടെ ഡിസ്കസ് ചെയ്യുന്ന ഒരു സിനേറിയോ ആണ്. അപ്പൊ അതില് മറ്റൊരു സൊസൈറ്റിയെ പറ്റിയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. ആ സൊസൈറ്റിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? മെറ്റിക്കുലസ്ലി ഓർഡേർഡ് കമ്മ്യൂണൽ സൊസൈറ്റി ബേസ്ഡ് ഓൺ റീസൺ ആൻഡ് കോമൺ ഓണർഷിപ്പ്. അതുപോലെ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് റീപ്ലേസ് ചെയ്യപ്പെടുന്നു. ക്ലാസ് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം അവിടെ റീപ്ലേസ് ചെയ്യപ്പെടുന്നു. ആ ഫസ്റ്റ് സെന്റൻസുകളിൽ തന്നെ സോഷ്യോ പൊളിറ്റിക്കൽ കോമൺവെൽത്ത് എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും. സോ അത് വളരെ എന്താ പറയുക, ഇംപ്രസീവ് ആണ് വെൻ ഇറ്റ് കംസ് ടു ആൻ ആൻസർ. സോ യു ജസ്റ്റ് ഫസ്റ്റ്, അതായത് ഇതിന്റെ ആദ്യത്തെ പോയിന്റ് വായിക്കുന്നതിന് അയാൾക്ക് കാര്യം അറിയാന്നുള്ള ഒരു ഇമേജ് അവിടെ ക്ലിയർ ആവും. ഇനി മോർ constructs a fictional island where the root of all social ills, ശ്രദ്ധിക്കണം, അത് pride and lust for wealth is systematically eradicated by abolishing money and private land holding. അറിയാലോ, യൂട്ടോപ്പിയയില് മണി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല. ആൾക്കാർ സാധനം വാങ്ങുന്നത് ഈ ബാർട്ടർ സിസ്റ്റം പോലെയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗുഡ്സ് എക്സ്ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രൈവറ്റ് ലാൻഡ് ഇല്ല. സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഓരോ 10 വർഷം കൂടുമ്പോഴും യൂട്ടോപ്പിയയിൽ മനുഷ്യർ അവരുടെ വീട് മാറുന്നു. സ്വന്തമായിട്ടൊരു വീട് എന്നുള്ള ഒരു കോൺസെപ്റ്റ് അവിടെ ഇല്ല. അവരുടെ വസ്ത്രധാരണം ഒരുപോലെയാണ്, അവരുടെ ലൈഫ് സ്റ്റൈൽ ഒരുപോലെയാണ്. ഒരു കമ്മ്യൂണിറ്റി ഓറിയന്റഡ് ലൈഫാണ് അവരുടേത്. അപ്പോ ഇതെല്ലാം ഇതൊരു ഫിക്ഷണൽ ഐലൻഡ് ആണ്. അങ്ങനെ ഒരു ഐലൻഡ് റിയാലിറ്റിയിൽ ഇല്ല. പക്ഷെ ഇവിടെ പറയുന്ന ഒരു കാര്യം, ഞാൻ ശ്രദ്ധിക്കാൻ പറഞ്ഞ കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ സോഷ്യൽ ഇല്ലിന്റെയും പ്രൈഡിന്റെയും വെൽത്തിനോടുള്ള ആർത്തിയുടെയും ഒരു റൂട്ട് കോസ് ആയിട്ട് ഇവിടെ പറയുന്നത് മണിയും പ്രൈവറ്റ് ലാൻഡ് ഹോൾഡിങ്ങും ആണ്. അത് രണ്ടും അബോളിഷ് ചെയ്യപ്പെടുന്നുണ്ട് യൂട്ടോപ്പിയയിൽ. അറിയാലോ, അവിടെ ഇപ്പം എനിക്ക് തോന്നുന്നു മെറ്റൽസ് ആയിട്ട് അവർ ഈ ഗോൾഡ് പോലുള്ള നമ്മുടെ വേൾഡിലെ പ്രഷ്യസ് മെറ്റൽസ് എല്ലാം അവർ പാത്രങ്ങൾ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്നത് അല്ലെ. സ്ലേവ്സിന്റെ ചെയിൻസിലൊക്കെ അവർ ഗോൾഡ് ഉപയോഗിച്ചാണ് അവർ ഇത് ചെയ്യുന്നത്. അപ്പോ അതൊക്കെ ഈ വെൽത്ത് എന്ന് പറയുന്നത് ഈ പറയുന്ന മണി, വെൽത്ത് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇറലവന്റ് ആണ് എന്നുള്ള ഐഡിയ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടാനാണ്. സോ സിറ്റിസൺസ് വർക്ക് 6 hours a day, അല്ലെ, അവർ 6 മണിക്കൂർ വർക്ക് ചെയ്യുന്നു. ഈ ബാക്ക് ബ്രേക്കിംഗ് ലേബർ ഒന്നുമില്ല. അതായത് ഒരു പരിധി കൂടുതലുള്ള ഓവർ വർക്കിംഗ്, അങ്ങനത്തെ കാര്യങ്ങൾ, ഓവർ ടൈം വർക്ക് ചെയ്യേണ്ട ഇന്നത്തെ കോർപ്പറേറ്റ് ലൈഫൊന്നും അല്ല. അപ്പൊ അതുകൊണ്ട് അവരുടെ ലൈഫ് സ്റ്റൈല് വേറെയാണ്. അപ്പൊ ഇതൊക്കെ ഈ തീമുമായിട്ട് ജെല്ലായി വരുവാണ്. സോഷ്യോ പൊളിറ്റിക്കൽ കോമൺവെൽത്ത് എന്ന് പറയുന്ന തീമുമായിട്ട് മെർജ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അതാണ്. വെറുതെ റാൻഡം ലിസ്റ്റിംഗ് അല്ല, ഇത് ഓരോന്നും സോഷ്യോ പൊളിറ്റിക്കൽ കോമൺവെൽത്തിന്റെ ഡെഫിനിഷൻസ് ആയിട്ടാണ് അറ്റ് ദി എൻഡ് ഇത് വരുന്നത്. അപ്പൊ ഇവിടെ നൊബിലിറ്റി, ബെഗേഴ്സ് പോലുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അവരുടെ സ്ലേവ്സ് പോലും ക്രിമിനൽസിനെയൊക്കെയാണ് അവർ സ്ലേവ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി കണ്ടിന്യൂഷൻ. Beyond its economic foundation, the Commonwealth relies on a democratically elected representative political hierarchy combined with complete religious tolerance and intellectual cultivation. See, അവിടെ റിലീജിയസ് ആക്ച്വലി പ്രീസ്റ്റുകളെ പോലും ആൾക്കാർ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? അപ്പം അത്രയും ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് അവർക്കുള്ളത്. ആൻഡ് ഗവൺമെന്റ് ഈസ് മാനേജ്ഡ് ത്രൂ സൈഫോഗ്രാൻസ് ആൻഡ് പ്രാങ്കേഴ്സ്, എൻഷുറിംഗ് ദാറ്റ് ലീഡേഴ്സ് ആർ ചൂസ്ഡ്. ഇതെല്ലാം ഈ പറയുന്ന ഡെമോക്രാറ്റിക്കലി ഇലക്ടഡ് ആൾക്കാരാണ്, ഡെമോക്രാറ്റിക്കലി ഒക്കുപ്പൈങ് പൊസിഷൻസ് ആണ്. ആൻഡ് ആസ് എ റിസൾട്ട് എന്താണ് അവിടെ? തിങ്സ് ആർ എ ബിറ്റ് മോർ പീസ്ഫുൾ ദാൻ ഹിയർ. ബിറ്റ് മോർ അല്ല, തിങ്സ് ആർ പീസ്ഫുൾ ദാൻ ഹിയർ. ഇനി ഇതിലൊരു എക്സ്ട്രാ എഡ്ജ് തരുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ബ്ലൂ ഫോണ്ടിൽ കിടക്കുന്ന പോയിന്റ്. ക്രൂഷ്യലി എ റയർ ആൻഡ് ഡിഫൈനിങ് ഫ്യൂച്ചർ ഓഫ് മോർസ് കോമൺവെൽത്ത് ഈസ് ഇറ്റ്സ് യൂട്ടിലിറ്റേറിയൻ ഇന്റഗ്രേഷൻ ഓഫ് hedonism and civic duty, wherein the utopians define true pleasure as the health of the body and the peace of the mind, aligning personal happiness directly with the collective welfare of the state. Now, that's an excellent point. നിങ്ങൾക്കൊരു കോമൺവെൽത്തിനെ പറ്റി എഴുതാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു ഇഗാലിറ്റേറിയൻ സൊസൈറ്റിയെ പറ്റി നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു എക്സലന്റ് പോയിന്റ് ആണ്.
ഇന്റഗ്രേഷൻ ഓഫ് ഹീഡോണിസം ആൻഡ് സിവിക് ഡ്യൂട്ടി ആണ് നിങ്ങൾ അവിടെ ഫോക്കസ് ചെയ്യേണ്ട ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത്. അതായത് ഹിഡോണിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്ലഷർ കിട്ടുന്നത്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് പ്ലഷർ കിട്ടുക എന്നുള്ളൊരു അർത്ഥം വരുവാണ് ചെയ്യുന്നത്. അപ്പോ ഇവിടെ ഈ യുട്ടോപ്പിയയിലെ ജനങ്ങള് സിവിക് ഡ്യൂട്ടിയും ഹെഡോണിസവും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഇപ്പം എത്ര മനുഷ്യർക്ക് അവർ ചെയ്യുന്ന ജോലി ചെയ്ത് കഴിയുമ്പോൾ സന്തോഷം കിട്ടുന്നു? വളരെ കുറച്ച് ആൾക്കാർക്കേ കാണത്തുള്ളൂ. മോസ്റ്റ് പീപ്പിൾ വർക്ക് ഫോർ മണി. ക്ലറിക്കൽ ജോബിൽ നിന്നൊക്കെ ചെയ്ത് കിട്ടുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ, ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനം, 100% ഒരു സാറ്റിസ്ഫാക്ഷൻ. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു നല്ല ചിത്രം വരയ്ക്കുന്ന സാറ്റിസ്ഫാക്ഷൻ ഒരു അങ്ങനത്തെ ജോബ്, ഒരു മൊണോട്ടോണസ് ജോബുകളിൽ നിന്ന് കിട്ടത്തില്ല. ദേ ആർ ദെയർ ഫോർ ദ മണി. ഓക്കെ, എല്ലാവരും അല്ല ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോ ഇവിടെ എന്താണ്, ഇവിടെ സിവിക് ഡ്യൂട്ടി, അതായത് ഞങ്ങളുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ, ഞങ്ങളുടെ നല്ല ആരോഗ്യമുള്ള ശരീരമുണ്ടെങ്കിൽ, ഇഫ് വി ആർ ഡൂയിങ് ദ സിവിക് ഡ്യൂട്ടി, ഇഫ് യു ആർ പെർഫോമിംഗ് സിവിക് ഡ്യൂട്ടീസ് ഇൻ എ ഗുഡ് വേ ആൻഡ് ഇഫ് അവർ ഹെൽത്ത് ഈസ് ഫൈൻ, ദാറ്റ് ഈസ് ഹെഡോണിസം. അവർക്ക് അതാണ് പ്ലഷർ. ഈ ഒരു മൊണോട്ടോണസ് ഡിസ്ട്രാക്റ്റഡ് ലൈഫിൽ ജീവിക്കുന്ന മനുഷ്യരാണ് അവരുടെ ഹെഡോണിസം എന്ന് പറയുന്നത് ഒരുപക്ഷെ ആൽക്കഹോൾ ആയിരിക്കും, അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസ് ആയിരിക്കും. എന്തുകൊണ്ട്? ബിക്കോസ് അവർക്ക് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈസ് സംതിങ് ദാറ്റ് ടേക്സ് മോസ്റ്റ് ഓഫ് ദെയർ ടൈം. പിന്നെ ഡിസ്ട്രാക്ഷൻസ് ആണ് അവരെ തേടിയിരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവരുടെ ഒരു കൈൻഡ് ഓഫ് എക്സിസ്റ്റൻസ് തന്നെ ഇവർക്കൊരു ഹെഡോണിസം ആണെന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പൊ ദാറ്റ് ഈസ് അതൊരു ഇന്റർപ്രിട്ടേഷൻ ലെവലിലുള്ള ഒരു പോയിന്റ് ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ എഴുതുവാണെങ്കിൽ യു വിൽ ഗെറ്റ് മോർ മാർക്സ്. ഓക്കെ, അപ്പൊ ഇനി യൂട്ടോപ്പിയയിൽ നിന്ന് നിങ്ങൾക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത്, സംവാട്ട് ഇൻ ദിസ് ലൈൻ ഇഗാലിറ്റേറിയനിസം ഇൻ സർ തോമസ് മോസ് യൂട്ടോപ്പിയ. സോ ഹൗ, ഇതിൽ എങ്ങനെയാണ് ഈ ഇക്വാലിറ്റി എൻഷർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ അവിടെ ട്രേസ് ചെയ്യേണ്ടി വരും. അതായത് അവരുടെ വസ്ത്രധാരണത്തിന്റെ കാര്യത്തിലാണെങ്കിലും, അവരുടെ വീടുകളുടെ കാര്യത്തിലാണെങ്കിലും, അവരുടെ സൊസൈറ്റി മൊത്തത്തിലുള്ള വർക്കിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം. പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇല്ല. ആർക്കും മറ്റൊരാളിനേക്കാളും കൂടുതൽ സമ്പാദിക്കാൻ കാര്യം അവിടെ പൈസ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റേ ഇല്ല. അപ്പോ ഇഗാലിറ്റേറിയനിസത്തിനെ പറ്റി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഈ പറയുന്ന ആസ്പെക്ടുകളെല്ലാം എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എഴുതാം. സോ അഗെയിൻ ദിസ് ഈസ് യെറ്റ് അനദർ പ്രോമിനന്റ് തീം ബേസ്ഡ് ക്വസ്റ്റ്യൻ വിച്ച് ഈസ് പോസിബിൾ. അപ്പം കാര്യം യൂട്ടോപ്പിയായിട്ട് ബന്ധപ്പെടുമ്പോൾ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു വാക്കാണ് ഇഗാലിറ്റേറിയനിസം എന്ന് പറയുന്നത്. ഇനി The Victorian laws of faith in Matthew Arnold's Dover Beach. Prominent theme based question ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. I would consider this a question which you can expect as well. ഞാൻ 100% ഗ്യാരണ്ടി ഒന്നും തരുന്നില്ല, പക്ഷേ ദിസ് ഈസ് എ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ. മാത്രമല്ല ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ജനറിക് ആൻസേഴ്സ് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ആൻസർ എത്രത്തോളം ഡിഫറെന്റ് ആക്കാൻ പറ്റും നോക്കാം. നിങ്ങൾ ഒരു കാര്യം ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത് ആൻസറിന്റെ കാര്യത്തിലാണെങ്കിലും റൈറ്റിംഗിന്റെ കാര്യത്തിലാണെങ്കിലും ദ ഫ്രെയിംവർക്ക് ഐ ആം പ്രൊവൈഡിങ്, യു ട്രൈ ടു അപ്ലൈ ഇറ്റ് ഓൺ അതർ വർക്ക്സ് യു സ്റ്റഡി. അല്ലാതെ അത് ഈ വർക്കിൽ മാത്രം ലിമിറ്റ് ചെയ്ത് നിർത്താനല്ല ഞാൻ പറയുന്നത് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഹാംലെറ്റിൽ നമ്മളെടുത്തൊരു അപ്രോച്ച് ഇല്ലേ, ഓരോ പോയിന്റും തീമുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു അപ്രോച്ച്, അതുപോലെ തന്നെ ഒരു യുണീക്ക് സാധനം നമ്മളവിടെ എഴുതിയ ഒരു അപ്രോച്ച്. അതുപോലെ ഈ യൂട്ടോപ്പിയുടെ കാര്യത്തിലാണെങ്കിലും ഓരോ പോയിന്റ് നമ്മൾ തീമുമായിട്ട് ലിങ്ക് ചെയ്യുന്നു, നമ്മളൊരു യുണീക്ക് സാധനം അവിടെ എഴുതുന്നു. ഇൻട്രൊഡക്ഷനിൽ തന്നെ നമുക്ക് കാര്യം അറിയാന്നുള്ളത് നമ്മൾ അവിടെ എവിഡന്റ് ആക്കുന്നു. ഈ വക സ്ട്രാറ്റജീസ് എല്ലാം നിങ്ങൾക്ക് നിങ്ങൾ പഠിക്കുന്ന ഏതൊരു വർക്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് ഒരിക്കലും ഈ ഞാൻ എടുക്കുന്ന സ്പെസിഫിക് ക്വസ്റ്റ്യൻസിൽ മാത്രം അതിനെ നിർത്തരുത്. സോ വെൻ യു സ്റ്റഡി ബി എ ബിറ്റ് മോർ ആ ഒരു സ്ട്രാറ്റജിക്കലി നിങ്ങൾ പഠിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇതിലെ തീംസ് വെച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ആ സാധനം നിങ്ങൾക്ക് വേറെ ക്വസ്റ്റ്യൻസിന് എഴുതാൻ പറ്റും. സോ തിങ്ക് അബൌട്ട് ദാറ്റ്. ഓക്കെ, ഡു നോട്ട് ലിമിറ്റ് യുവർ ഇൻസൈറ്റ്സ് ഇൻ ടു ദീസ് ക്വസ്റ്റ്യൻസ് അലോട്ട്. നൗ ഈ ക്വസ്റ്റ്യന് മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഞാൻ ഇതിന്റെ ആൻസർ എക്സ്ട്രീംലി അക്കാഡമിക് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇത്ര നേരം നമ്മൾ കണ്ടത് ഒരു മീഡിയം ലെവൽ ഓഫ് അക്കാഡമിക് ലാംഗ്വേജ് ആണ്. മീഡിയം അല്ല, ഇച്ചിരി അബവ് മീഡിയം ആണ്, എന്നാലും പോട്ടെ. ഇത് വന്നിട്ട് highly academic language ആണ്. Just to show you how a highly academic answer will be, അതെങ്ങനെയായിരിക്കും ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ ഇത് ഇങ്ങനെ തന്നെ എഴുതണമെന്ന് ഒരു നിർബന്ധമില്ല. ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ എഴുതി ഈ ഒരു ലാംഗ്വേജിൽ എഴുതിയിട്ട് അപ്പുറത്തിരിക്കുന്ന ആള് സാധാരണ ഭാഷയിൽ നല്ല പോയിന്റുകൾ എഴുതി അവിടെ കൂടുതൽ മാർക്ക് കിട്ടത്തേ ഉള്ളൂ. അപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് എക്സ്പോഷർ ഒന്ന് സെറ്റാക്കാൻ വേണ്ടി മാത്രം ഞാൻ കാണിക്കുന്നതാണ്. ഓക്കെ, അപ്പോ The Victorian laws of faith in Matthew Arnold's Dover Beach, obvious സാധനമാണ്. ഇനി നമുക്കത് എങ്ങനെ ഡിഫറെന്റ് ആക്കാം?
The Victorian loss of faith in Matthew Arnold's Dover Beach articulates a profound cultural and spiritual crisis of the 19th century. അവിടെ ആൻസർ സെറ്റ് ആയി കഴിഞ്ഞു. 19th സെഞ്ചുറിയിലെ കൾച്ചറൽ ആൻഡ് സ്പിരിച്വൽ ക്രൈസിസ് ആണ് ഇവിടെ കാണിക്കുന്നത് എന്നുള്ളത് എന്തായാലും നമ്മൾ അവിടെ പറയേണ്ടി വരും. അത് നമ്മൾ ആദ്യത്തെ സെന്റൻസിലെ പറയുന്നുണ്ട്. ഇനി where the traditional religious certainties were systematically dismantled by the rise of modern science, higher biblical criticism and industrial secularization. അതായത് ട്രഡീഷണൽ റിലീജിയസ് സർട്ടനിറ്റീസ്, ട്രഡീഷണൽ റിലീജിയസ് സിസ്റ്റത്തിനെല്ലാം അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ചെറിയ ത്രെഡ്സ് ഫേസ് ചെയ്യാൻ തുടങ്ങി. കാര്യം മോഡേൺ സയൻസ് അറിയാലോ, ഡാർവിന്റെ തിയറി ഓഫ് എവല്യൂഷൻ തൊട്ട് ഒരുപാട് സയന്റിഫിക് അഡ്വാൻസ്മെന്റുകൾ വന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. റിലീജിയനെയും ബൈബിളിനെയും ഒക്കെ ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങിയ ഒരു കാലഘട്ടമാണ്. ഇൻഡസ്ട്രിയലി ഒത്തിരി വളരാൻ തുടങ്ങിയ ഒരു കാലഘട്ടമാണ്. ആൾക്കാരുടെ പ്രയോറിറ്റിയും തോട്ട് പ്രോസസ്സും ഒക്കെ മാറാൻ തുടങ്ങി. അപ്പൊ ആ ഒരു ക്രൈസിസ് കാണിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു വർക്ക് വരുന്നത്. ഡോവർ ബീച്ചിൽ ഈ ക്രൈസിസുകളെല്ലാം റിഫ്ലക്റ്റഡ് ആണ് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ആദ്യം എഴുതുക. ഇറ്റ് വിൽ ക്രിയേറ്റ് എൻ ഇംപ്രഷൻ. ഇനി പോയത്തിലോട്ട് വരുമ്പോൾ the poem captures the epochal shift through its central auditory metaphor of the sea of faith, which was once at the full earth round shore, but is now steadily retreating with a melancholic long withdrawing roar. കോട്ട് ചെയ്യാൻ ശ്രമിക്കുക, അവിടെ ചെയ്തിട്ടുള്ളത് പോലെ പോയത്തിൽ നിന്ന് തന്നെ വാക്കുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇനി അവിടെ ഒന്ന് രണ്ട് വാക്കുകളുണ്ട്. എപ്പോക്കൽ ഷിഫ്റ്റ്. എപ്പോക്കൽ ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹിസ്റ്റോറിക്കൽ ചേഞ്ചിനെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു എപ്പോക്കൽ ഷിഫ്റ്റ്, വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോ ഈ വിക്ടോറിയൻ കാലഘട്ടത്തില് ഉണ്ടായ ഒരു ഷിഫ്റ്റ് ആണ് റിലീജിയൻ സെന്ററിൽ നിന്നു എന്നുള്ളതിൽ നിന്ന് പതുക്കെ സയൻസ് പ്രോമിനന്റ് ആയിട്ട് വരുന്ന ഒരവസ്ഥ. സോ ദാറ്റ് മാർക്സ് എൻ എപ്പോക്കൽ ഷിഫ്റ്റ്. അപ്പോൾ നിങ്ങൾ എഴുതുവാണ് the poem captures this epochal shift through its central auditory metaphor. അതായത് ഈ പോയത്തിന്റെ ഒരു സെൻട്രൽ മെറ്റഫർ ഉണ്ട് അല്ലെ, സീ ഓഫ് ഫെയ്ത്ത് എന്ന് പറഞ്ഞൊരു മെറ്റഫർ. അതായത് സീ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ കടൽ പതുക്കെ റിട്രീറ്റ് ചെയ്യുന്നു അല്ലെ. ഒരു ടൈഡ് പോലെ ആയിരുന്നു അത് പതുക്കെ റിട്രീറ്റ് ചെയ്യുന്നു. ഒരു മെലാൻകോളിക് ലോങ് വിത്ഡ്രോയിങ് റോറോട് കൂടി അത് പതുക്കെ വിത്ഡ്രോ ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ ഈ പുതിയ വേൾഡില് മനുഷ്യരുടെ ഫെയ്ത്ത് വിത്ഡ്രോ ചെയ്യുന്നു എന്ന് മെറ്റഫറിക്കലി പറയുന്നതാണ്. അപ്പൊ ആ മെറ്റഫർ ഈസ് capturing that shift that happened in the Victorian age. എന്ത് ഗ്രാൻഡ് ആണ് ആ ഒരു എക്സ്പ്രഷൻ നോക്കിക്കേ. ആ പോയതിനെ നടുക്കിരിക്കുന്ന മെറ്റഫർ എന്ന് പറയുന്നത് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായ മാറ്റത്തിനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ക്യാപ്ചർ ചെയ്യുന്നു. എഴുത്, നല്ല മാർക്ക് കിട്ടും. ഇനി ചിന്തിക്ക്, വേറെ ഏതൊക്കെ പോയംസിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ പോലുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റും? എപ്പോക്കൽ ഷിഫ്റ്റ്, വേറെ ഏതെങ്കിലും പോയത്തിൽ ഹിസ്റ്റോറിക്കൽ ടേണിംഗ് പോയിന്റുകൾ ഉണ്ടോ? അത് മെറ്റഫോറിക്കലി ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? ആലോചിക്കുക, യു വിൽ ഗെറ്റ് ഗുഡ് മാർക്സ്. ഓക്കെ. ഇനി Arnold shifts the lyrical mode from descriptive romantic landscape to bleak ontological diagnosis, wherein the comforting architecture of Christian orthodoxy collapses under the weight of empirical doubt. അതായത് ഓണ്ടോളജിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിസ്റ്റൻസ് റിലേറ്റഡ് കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ ഒരു റൊമാൻറ്റിക് ലാൻഡ്സ്കേപ്പിൽ നിന്ന് അത് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ലിറിക് മോഡ് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്? ഒരു ഓണ്ടോളജിക്കൽ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ ആ കടൽ തീരം എന്ന് പറയുന്നത് ഒരു എക്സിസ്റ്റൻഷ്യൽ ക്വസ്റ്റ്യൻ. റിട്രീറ്റ് ചെയ്യപ്പെടുന്ന സീ ഓഫ് ഫെയ്ത്ത് ഉള്ള കടൽ തീരം എന്ന് പറയുന്നത് ഒരു എക്സിസ്റ്റൻഷ്യൽ ക്വസ്റ്റ്യന്റെ ഒരു എന്താ പറയുക, സിംബോളിക് ഡെപിക്ഷൻ ആണ്. അപ്പൊ അവിടെ ഒരു ലൈറ്റിനെ പറ്റി പറയുന്നുണ്ട് അല്ലെ, സീ ഓഫ് ഫെയ്ത്ത് ഒരു ലൈറ്റിനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് മെറ്റഫേഴ്സ് കൊണ്ട് റിച്ച് ആണ്. അപ്പൊ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് അതൊരു റൊമാൻറ്റിക് ലാൻഡ്സ്കേപ്പ് മാത്രമല്ല, എക്സിസ്റ്റൻഷ്യൽ ക്വസ്റ്റ്യൻസ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ലാൻഡ്സ്കേപ്പ് ആണ്. ക്രിസ്ത്യൻ ബിലീഫ് എംപിരിക്കൽ ഡൗട്ട് കൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്ന ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്നതിന്റെ ഒരു റെപ്രസെന്റേഷനും കൂടെയാണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ. അപ്പൊ അവിടെ ഒരു ട്രഡീഷണൽ റെസൊല്യൂഷൻ അല്ല നമ്മുടെ പോയറ്റ് ഓഫർ ചെയ്യുന്നത്. പിന്നെ എന്താണ്? He is talking about the speaker confronts a universe stripped of divine providence, leaving humanity exposed to an indifferent cosmos. അതായത് ഡിവൈൻ പ്രോവിഡൻസ് നഷ്ടപ്പെട്ടു തുടങ്ങി. ആൻഡ് ഹ്യൂമാനിറ്റി ഈസ് നൗ എക്സ്പോസ്ഡ് ടു കോസ്മോസ്, ഇൻഡിഫറന്റ് കോസ്മോസ്. നൗ വി ആർ സ്ലോലി ഗോയിങ് ടു കയോസ് എന്നാണ് ഇവിടെ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. Crucially, this crisis of faith manifests through the external retreat of the sea, which mirrors the internal collapse of absolute human truth and moral grounding. അപ്പൊ ഇതിന്റെ റിട്രീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ട്രൂത്തിന്റെ ഈ മോറൽ ഗ്രൗണ്ടിങ്ങിന്റെ കൊളാപ്സിനെയാണ് ഡെപിക്ട് ചെയ്യുന്നത്. ഒന്ന് നോക്ക്, നമ്മൾ ഇത്രയും നേരം പറഞ്ഞ എല്ലാ കാര്യങ്ങളും വിക്ടോറിയൻ ലോസ് ഓഫ് ഫെയ്ത്തിനെ അല്ല ഡെപിക്ട് ചെയ്യുന്നത്. ഇതിൽ നിന്ന് ഒരു വരി നിങ്ങൾക്ക് എടുത്ത് മാറ്റാൻ പറ്റുമോ? പറ്റത്തില്ല. കാര്യം എല്ലാ വരികളും വളരെ റൈറ്റ് ആയിട്ടാണ് അവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. കാര്യം ദിസ് ഈസ് ടൈറ്റ്ലി പാക്ഡ്. When your answers are like this,
നിങ്ങൾക്ക് നന്നായിട്ട് നല്ല മാർക്ക് കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, നൗ ആ ബ്ലൂ ഫോണ്ട് നമുക്ക് ഈ പറയുന്ന പോലെ നമ്മളൊന്ന് എക്സ്ട്രാ സൂപ്പർ ആക്കുന്ന, നമ്മുടെ സ്കില്ലൊന്ന് എൻഹാൻസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് സാധനമാണ്. ദ പോയംസ് മോസ്റ്റ് സ്ട്രൈക്കിംഗ് പിവോട്ട് റിവീൽസ് എ റയർ ആൻഡ് ഡിവാസ്റ്റേറ്റിംഗ് റിയലൈസേഷൻ. എന്താണ് റിയലൈസേഷൻ നമുക്ക് നോക്കാം. ദാറ്റ് ദ മോഡേൺ വേൾഡ്, despite its illusion of high civilization and progress, is fundamentally, quoting from the poem, a darkling plain swept with confused alarms of struggle and fight, where ignorant armies clash by night. ഇത് ഈ ഒരു സാധനം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാളും ഒരു 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 അഡ്വാൻറ്റേജ് കിട്ടും. നിങ്ങൾ ശ്രദ്ധിക്കപ്പെടും, നിങ്ങളുടെ ആൻസർ ശ്രദ്ധിക്കപ്പെടും. അതായത് ഇതിനകത്ത് പറയുന്നത്, ഈ ഒരു പോയത്തിനകത്ത് പറഞ്ഞു വയ്ക്കുന്നത്, ഈ വേൾഡ്, മോഡേൺ വേൾഡ് എന്ന് പറയുന്നത് അതിന്റെ ഹൈ സിവിലൈസേഷനും അതിന്റെ പ്രോഗ്രസും എല്ലാം അൾട്ടിമേറ്റ്ലി അതൊക്കെ ഒരു ഇല്യൂഷൻ ആണ്. പക്ഷെ അത് എന്താ, ബേസിക്കലി ഇതൊക്കെ എന്താണ്, ഒരു ഡാർക്ലിംഗ് പ്ലെയിൻ ആണ്. അതായത് there is chaos going on. Confused alarms of struggles and fight. എന്തിന്റെ? ignorant armies clash by night. ഇത് ശരിക്കുള്ള ഒരു ബാറ്റിലിന് റെഫറൻസ് ആണെന്ന് ചില സ്കോളേഴ്സ് പറയുന്നുണ്ട്. പക്ഷെ ബേസിക്കലി പറയാൻ ശ്രമിക്കുന്നതാണ്, രാത്രി, ഇന്നത്തെ കാലമല്ല അന്നത്തെ കാലത്ത് രാത്രി യുദ്ധം നടന്ന എങ്ങനെയിരിക്കും. സ്വന്തം ആൾക്കാരെ പോലും അവര് ചിലപ്പോ അറ്റാക്ക് ചെയ്തെന്ന് വരും, അല്ലെ? കണ്ണ് കണ്ടുകൂടാതെ സ്വന്തം ആൾക്കാരെ അറ്റാക്ക് ചെയ്യും. അവര് സ്ട്രഗിൾ ചെയ്തായിരിക്കും ഫൈറ്റ് ചെയ്യുന്നത്. കൺഫ്യൂസ്ഡ് ആയി പോകും. ഞാൻ ആരെയാ വെട്ടിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തന്നെ അറിയാൻ പാടില്ലാത്തൊരു അവസ്ഥയെത്തും. അപ്പോ അങ്ങനത്തെ ഒരു ബാറ്റിലാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. സിംപ്ലി സെയിങ് all this high civilization, all this industrial progress, it is nothing but an illusion. What is the thing that is underlying? ഇതിന്റെ ഒരു സർഫസ് നിങ്ങൾ കുഴിച്ചു പോയി കഴിഞ്ഞാൽ എന്താണ് അവിടെ അണ്ടർലൈങ് ആയിട്ട് കിടക്കുന്നത്? ഇറ്റ് ഈസ് കയോസ്. അതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ആ ബ്ലൂ ഫോണ്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഹിയർ അർണോൾഡ് റീപ്ലേസസ് ദ ഹിസ്റ്റോറിക്കൽ പ്രോമിസ് ഓഫ് തിയോളജിക്കൽ സാൽവേഷൻ വിത്ത് എ ബ്ലീക്ക് എക്സിസ്റ്റൻഷ്യൽ ലാൻഡ്സ്കേപ്പ്. അപ്പൊ ഒരു ബ്ലീക്ക് എക്സിസ്റ്റൻഷ്യൽ ലാൻഡ്സ്കേപ്പ് ആണ്, സജസ്റ്റിംഗ് ദാറ്റ് when religious faith recedes, human society reverts to a state of primitive chaotic warfare where love and fidelity remain the only fragile subjective works against universal meaninglessness. അപ്പോ റിലീജിയസ് ഫെയ്ത്ത് ഇല്ലാണ്ടാകുമ്പോൾ അത് പതുക്കെ ഒരു തിര വന്നിട്ട് പോകുന്നത് പോലെ റിട്രീറ്റ് ചെയ്ത് പോകുമ്പോൾ പിന്നെ ഈ സൊസൈറ്റിയിൽ അവശേഷിക്കുന്നത് കയോസ് ആയിരിക്കും. അപ്പം പിന്നെ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് എന്തിലെങ്കിലും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ദാറ്റ് ഈസ് ലവ്. അതാണ് ഈ ഒരു ബേസിക്കലി പോയിന്റ് പറഞ്ഞു വെക്കുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ശ്രദ്ധിക്കുക, ഇതിലെ ഒരു സാധനം പോലും, ഒരു കോൺസെപ്റ്റ് പോലും നമുക്ക് ഒരു കോൺസെപ്റ്റ് പോലും നമുക്ക് ഇവിടെ കളയാനില്ല. അപ്പൊ വെൻ യു റൈറ്റ് ആൻസേഴ്സ്, റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. ഇപ്പൊ തീം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്, പ്രോമിനന്റ് തീം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നമുക്ക് ഇതിൽ നിന്ന് ഡോവർ ബീച്ചിൽ നിന്ന് പിന്നെ നിങ്ങൾക്ക് വേറെ എന്താണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്? കൾച്ചറൽ ഡിസല്യൂഷ്മെന്റ് ഇൻ മാത്യു അർണോൾഡ്സ് ഡോവർ ബീച്ച്. ഇപ്പൊ പറഞ്ഞ ഇതേ കാര്യങ്ങൾ നമുക്ക് അവിടെയും പറയാൻ പറ്റും. ഓക്കെ, ഡിസല്യൂഷൻമെന്റ് ആണ്. അതായത് മനുഷ്യൻ അവിടെ ഈ ഗ്രേറ്റ് വിക്ടോറിയൻ കൺഫ്യൂഷൻ ഉണ്ടല്ലേ, കൺഫ്യൂഷൻ ഉണ്ട് അവർക്ക്. എന്ത് ചൂസ് ചെയ്യണം? ഫെയ്ത്ത് ചൂസ് ചെയ്യണോ, സയൻസ് ചൂസ് ചെയ്യണോ? ഈ ഒരു കൺഫ്യൂഷനും അവിടെ വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ കൾച്ചറൽ ഡിസല്യൂഷൻമെന്റ് ഇൻ മാത്യു അർണോൾഡ്സ് ഡോവർ ബീച്ച്. ഏലിയനേഷൻ ഇൻ മേരി ഷെല്ലീസ് ഫ്രാങ്കൻസ്റ്റൈൻ. എ വെരി ജനറൽ ക്വസ്റ്റ്യൻ, ഒരു തീം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഈ പറയുന്ന ഒബ്വിയസ് ആൻസേഴ്സ് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം ഇതിലൊരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു ഡിഫിക്കൽട്ട് സ്പെസിഫിക് തീം ചോദിക്കുകയാണ് നിങ്ങളത്. നിങ്ങളത് നല്ല ഡെപ്തിൽ പഠിച്ചിട്ട് പോയുള്ള ഒരാളാണെങ്കിൽ അയാൾ അത് എഴുതും, അയാൾക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടും. സോ വെൻ യു ഗെറ്റ് ക്വസ്റ്റ്യൻസ് ലൈക്ക് ദിസ്, ക്വസ്റ്റ്യൻസ് ദാറ്റ് ആസ്ക് യു ടു റൈറ്റ് അബൌട്ട് ജനറൽ തിങ്സ്, and if you are planning to write general answers, it won't work. ആ ആൻസേഴ്സ് എല്ലാവരും എഴുതും. നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ആൻസർ എങ്ങനെ വ്യത്യസ്തമാക്കുന്നതാണ്. ജനറൽ കാര്യങ്ങൾ ജനറൽ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ബോറിംഗ് ആയിരിക്കും. ജനറൽ കാര്യങ്ങൾ കുറച്ച് അക്കാഡമിക് രീതിയിൽ വളരെ ടൈറ്റ്ലി പാക്ഡ് വിത്ത് ഇൻഫോ, റെലവന്റ് ഇൻഫോ ആയിട്ട് എഴുതുക. അപ്പം ഇത് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏലിയനേഷൻ കാര്യം ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിന്റെ കൂടെ വരുന്ന ഒരു സാധനമാണ്, കൂടപ്പുറപ്പാണ് ഏലിയനേഷൻ എന്ന് പറയുന്നത്, അല്ലെ? അപ്പോ മേരി ഷെല്ലിയുടെ ഫ്രാങ്കൻസ്റ്റൈനിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് സെന്റൻസ് നോക്കിക്കേ. എക്സ്പ്ലോർസ് ദ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ കോൺസിക്വൻസസ് ഓഫ് ഐസൊലേഷൻ, tracing how the denial of community and empathy breeds monstrous destruction. അതായത് ഐസൊലേഷന്റെ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ കോൺസിക്വൻസസ്,
ഹൗ ദ ഡിനൈൽ ഓഫ് കമ്മ്യൂണിറ്റി ആൻഡ് എംപതി, അതായത് ഇവിടെ ഒരു മോൺസ്റ്ററിനെ പറ്റിയാണ് പറയുന്നത്. ആ മോൺസ്റ്ററിൽ കമ്മ്യൂണിറ്റി ഡിനൈ ചെയ്യപ്പെടുന്നു, എംപതി ഡിനൈ ചെയ്യപ്പെടുന്നു. എന്തൊക്കെ കോൺസിക്വൻസ് ആണ് അത് കാരണം ഉണ്ടാകുന്നത്? ഇത് രണ്ടും അല്ലേ ബേസിക്കലി ഏലിയനേഷൻ എന്ന് പറയുന്നത്. ഐസൊലേഷൻ കാരണം ഉണ്ടാകുന്ന കോൺസിക്വൻസ്, കമ്മ്യൂണിറ്റി ഒറ്റപ്പെടുത്തുന്നു, എംപതി ആരും അയാളോട് കാണിക്കുന്നില്ല, ഏലിയനേഷൻ. ഫസ്റ്റ് സെന്റൻസിൽ തന്നെ ഏലിയനേഷൻ ക്ലിക്ക് ആവണം. ഇനി Victor Frankenstein's obsessive solitary pursuit of scientific creation cuts him off from his family, friends, and the natural world, trapping him in a self-imposed prison of intellectual pride. Okay. അപ്പോ ഫ്രാങ്കൻസ്റ്റൈന്റെ സയന്റിസ്റ്റ് അറിയാലോ, സയന്റിസ്റ്റിന്റെ പേരാണ് വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ. ഒരുപാട് പേർക്കുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഈ ഫ്രാങ്കൻസ്റ്റൈൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് മോൺസ്റ്റർ ആണ് ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് വിചാരിക്കുക. അത് ആ സിനിമയുടെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് ആണ് കേട്ടോ. ഫ്രാങ്കൻസ്റ്റൈൻ ഇങ്ങനെ ഒരു വല്ലാത്ത ഫോണ്ട് എഴുതിയിട്ട് ഈ മോൺസ്റ്ററിന്റെ പടം കൂടെ കാണിച്ചപ്പോൾ എല്ലാവരും മോൺസ്റ്ററിന്റെ പേരാണെന്ന് വിചാരിച്ചു. സോ ദർ ഇസ് ഹിസ് ഫേമസ് കോഡ്, ഫ്രാങ്കൻസ്റ്റൈൻ ഈസ് നോട്ട് ദ മോൺസ്റ്റർ, ഫ്രാങ്കൻസ്റ്റൈൻ ഈസ് എ ഡോക്ടർ. പക്ഷേ ഞാൻ ഇടയ്ക്ക് യൂട്യൂബിൽ ഒരു ഫ്രാങ്കൻസ്റ്റൈനുമായിട്ട് ബന്ധപ്പെട്ട ഒരു അനാലിസിസ് വീഡിയോ കണ്ടു. അപ്പൊ അതിന്റെ താഴെ ഒരാൾ കമന്റ് എഴുതിയിട്ടുണ്ടായിരുന്നേ, ഇങ്ങനെയായിരുന്നു: നോളേജ് ഈസ് റിയലൈസിംഗ് ദാറ്റ് ഫ്രാങ്കൻസ്റ്റൈൻ ഈസ് നോട്ട് ദ മോൺസ്റ്റർ, ഇറ്റ് ഈസ് ദ ഡോക്ടർ. Wisdom is realizing Frankenstein is indeed the monster. ശരിക്കും പറഞ്ഞാൽ ഇതിലെ സയന്റിസ്റ്റ് തന്നെയല്ലേ ഒരു മോൺസ്റ്റർ എന്നുള്ള ഒരു ചോദ്യം. തിങ്ക് അബൌട്ട് ഇറ്റ്, ഇറ്റ്സ് എ ബ്രില്യന്റ് ഐഡിയ. തിങ്ക് അബൌട്ട് ഇറ്റ്. എന്റെ അല്ല, വിവരമുള്ളവരുടെയോ ഒരു യൂട്യൂബ് കമന്റ് ആണ് തിങ്ക് അബൌട്ട് ഇറ്റ്. ഓക്കെ, എനിവേ കമ്മിങ് ടു ദി ആൻസർ ഹിയർ. അപ്പൊ ഈ ഒരു സയന്റിസ്റ്റ് പുള്ളിക്കാരൻ എന്താ ചെയ്യുന്നത്? അയാളുടെ ഫാമിലിയിൽ നിന്നും ഫ്രണ്ട്സിൽ നിന്നും ഈ ഒരു പൊതുസമൂഹത്തിൽ നിന്നല്ല, സ്വയം ഒരു ഐസൊലേഷൻ അയാൾ സൃഷ്ടിക്കുന്നു. അവിടെ അയാൾ ഒരു എക്സ്ട്രീംലി ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പ്രൈഡ് ഉള്ള ഒരുത്തനാണ് അല്ലെ. അപ്പൊ ആൾക്കാരിൽ നിന്നൊക്കെ മാറി അയാളുടെ സയന്റിഫിക് പെർസ്യൂട്ട് എന്ന് പറയുന്നത് ഒരു ഒബ്സസ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ അതിന്റെ പുറകെ പോകുന്നു. സോ അവിടെ അയാളുടെ ഒരു ലെയർ ഓഫ് ഏലിയനേഷൻ നമുക്ക് കാണാൻ പറ്റും. അതായത് ഹ്യൂമൻ കണക്ഷൻ ഒന്നും ഇല്ലാതെ ലബോറട്ടറിയിൽ ജീവിതം ചെലവഴിക്കുന്ന ഒരവസ്ഥ. ഇനി അങ്ങനെ അയാൾ ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു ബീയിങ് അല്ലെ, ഒരു പെർട്ടിക്കുലർ ജീവനുള്ള ഒരു സംഭവം, അതിനോട് അയാൾ കാണിക്കുന്നത് എന്താ? റിവൾഷൻ കാരണം അയാൾ അതിനെ അബാൻഡൺ ചെയ്യുന്നു. അപ്പോ അയാളും സ്വയം ഐസൊലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ജസ്റ്റ് തിങ്ക് അബൌട്ട്, ഇവിടെയാണ് ആൻസേഴ്സ് വ്യത്യാസപ്പെടുന്നത്. ഇപ്പൊ നിങ്ങൾ എഴുതുവാണ്, മോൺസ്റ്റർ വല്ലാത്ത ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ട്, പാവത്തിന് ഒരു കല്യാണമൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ട് മറ്റേ ബോഡി ഉണ്ടാക്കിക്കൊണ്ടിരിക്കണതിന്റെ ഇടയ്ക്ക് ആ ബോഡിയെ ഫ്രാങ്കൻസ്റ്റൈൻ നശിപ്പിക്കും, ഇങ്ങനെയൊക്കെ എഴുതി നിങ്ങൾ അയ്യോ പാവം മോൺസ്റ്റർ ഇങ്ങനെയൊക്കെയാണ് അതിന് വിഷമം തോന്നുന്നത്, അത് ഒറ്റയ്ക്കാണോ അയ്യോ എന്നൊക്കെ പറഞ്ഞ് എഴുതി കഴിഞ്ഞ നോർമൽ ആൻസർ ആണ്. പക്ഷേ വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ സ്വയം ഏലിയനേറ്റ് ചെയ്ത ഒരാളാണ്. അതേ ഏലിയനേഷൻ അയാൾ മറ്റൊരു ബീയിങ്ങിലും അടിച്ചേൽപ്പിക്കുന്നു. സോ ദർ ആർ ലേയേഴ്സ് ഓഫ് ഏലിയനേഷൻ എന്ന് പറയുമ്പോൾ ദി ആൻസർ ഇസ് ജസ്റ്റ് വണ്ടർഫുൾ. ആൻസർ സൂപ്പർ ആയി, അവിടെ കിഡിൽ ആൻസർ ആയി, ഒരു അനാലിസിസ് സ്കോപ്പ് ഉള്ള ഒരു ആൻസർ ആയിട്ട് ഇത് മാറി. ഓക്കെ, think how you can construct answers like this. So when he finally abandons a creature out of revulsion, അദ്ദേഹം ആ ക്രീച്ചറിൽ ഉണ്ടാക്കുന്നത് ഒരു ഫിസിക്കൽ റിജക്ഷൻ ആണ്, ഇമോഷണൽ റിജക്ഷൻ ആണ്. ആ നോവലിലെ പല ഇൻസ്റ്റൻസുകളിലും അത് കമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആൾക്കാർ അതിനെ ഐസൊലേറ്റ് ചെയ്യുന്നുണ്ട്, പേടിച്ച് ഐസൊലേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് സ്ലോലി ഇറ്റ് ബിക്കംസ് എ വെഞ്ച്ഫുൾ ഫിഗർ. അതൊരു റിവെഞ്ച് എടുക്കാൻ കാത്തു നിൽക്കുന്ന ഒരു ഫിഗർ ആയിട്ട് മാറുന്നു. കുറച്ചുപേരെ കൊല്ലുന്നു, ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലോട്ട് പോകുന്നുണ്ട്. Okay, so how profound isolation system and ill corrupts a human spirit? അപ്പോൾ ഈ ഐസൊലേഷൻ എങ്ങനെയാണ് ഹ്യൂമൻ സ്പിരിറ്റിനെ കറപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈച്ച് ആൻഡ് എവറി വേർഡ് ഈസ് എക്കോയിങ് ഏലിയനേഷൻ ഹിയർ. നൗ ആ ഒരു ബ്ലൂ ഫോണ്ട് നോക്കിക്കേ. Crucially, this dynamic illustrates a mutual and inescapable psychological dependency between creator and creation, where Victor and the monster become mirror images of each other, bound together by their shared alienation of society. അടിപൊളി പോയിന്റ് ആണ്, സൂപ്പർ പോയിന്റ് ആണ്. നോക്കിക്കേ, ഈ ക്രൂഷ്യലി എന്നുള്ള സാധനം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാൻ 1-2 അത് ഇട്ടിട്ടുണ്ട്, 1-2 ആൻസേഴ്സിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമുണ്ട്. എല്ലാത്തിലും കയറി യൂസ് ചെയ്യണ്ട. ക്രൂഷ്യലി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അക്കാഡമിക് ലാംഗ്വേജ് ആണ്. എനിവേ, അപ്പോ ഈ ഒരു പോയിന്റ് നോക്കിക്കേ, ദിസ് ഇസ് സച്ച് എ നൈസ് പോയിന്റ്. അതായത് ഇവർ തമ്മിലുള്ള ഒരു ഡൈനാമിക് കാണിക്കുന്നത് ഇറ്റ്സ് എ മ്യൂച്വൽ ആൻഡ് ഇനെസ്കേപ്പബിൾ സൈക്കോളജിക്കൽ ഡിപ്പെൻഡൻസി. ഇവർ തമ്മിലൊരു സൈക്കോളജിക്കൽ ഡിപ്പെൻഡൻസി ഉണ്ട്. അതായത് ഈ വിക്ടർ ഫ്രാങ്കൻസ്റ്റൈനും മോൺസ്റ്ററും ദേ ആർ മിറർ ഇമേജസ് ഓഫ് ഈച്ച് അതർ ആൻഡ് ദേ ആർ ബൗണ്ട് ടുഗദർ ബൈ ദ ഏലിയനേഷൻ ഫ്രം സൊസൈറ്റി. ഇവർ രണ്ടുപേരും ദേ ആർ ഇന്റർട്വൈൻഡ്.
ബൈ ദ ഏലിനേഷൻ ഓഫ് സൊസൈറ്റി. സൊസൈറ്റി എലിനേറ്റ് ചെയ്യപ്പെടുന്നത് കാരണം, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്ന് ഡിഫറന്റ് ആയിട്ടുള്ള ഒരു സൈക്കി ഉള്ളത് കാരണം ഒറ്റപ്പെടുന്ന രണ്ട് കഥാപാത്രങ്ങളാണ്. ഈ ചില സിനിമകളുണ്ട്, അതിലെ നായകനും വില്ലനും ദേ കംപ്ലീറ്റ് ഈച്ച് അതർ. ഇപ്പൊ ഈ ഡാർക്ക് നൈറ്റ് സീരീസിലെ ബാറ്റ്മാനും ജോക്കറിന്റെയും കാര്യം പറഞ്ഞതുപോലെയാണ്. അതുപോലെ നമ്മുടെ ഇതില്ലേ, ഈ മറ്റേ രാവണ പ്രഭുവിൽ ഒരു ഡയലോഗ് ഇല്ലേ, അവനുണ്ടെങ്കിലേ ഞാനുള്ളൂ എന്ന് ആര് പറയും? മറ്റേ മംഗലശ്ശേരി നീലകണ്ഠനല്ല, മുണ്ടക്കൽ ശേഖരൻ പറയും, നീലനുണ്ടെങ്കിലേ ഞാനുള്ളൂ എന്ന് ഡയലോഗ് പറയും. അതുപോലെയാണ്. ദേ ആർ ഇന്റർട്വൈൻഡ്. ഇവിടെ ഇവിടെ ഈ പറഞ്ഞൊരു ഇന്റർട്വൈനിങ് ഉണ്ട്. ഒരു 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 കോമൺ ഫാക്ടർ കാരണം അവര് ചേർന്നിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് കിടിലൊരു പോയിന്റ് ആണ്. നിങ്ങൾക്ക് അത് ഈ പറയുന്ന എഴുതാൻ ഇതുപോലുള്ള സിമിലർ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് വേറെയും ഉണ്ടാക്കി എഴുതാൻ പറ്റുവാണെങ്കിൽ ഇറ്റ് വുഡ് ബി ബെറ്റർ. ഇത് എങ്ങനെയൊക്കെ ചിന്തിക്കണം എന്നറിയാവോ? നിങ്ങളൊരു വർക്കൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ അതിലൊരു കഥാപാത്രവും അതിലെ മറ്റൊരു കഥാപാത്രവും തമ്മിൽ നമുക്ക് കോമൺ ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ ആലോചിക്കണം കേട്ടോ, വായിക്കുമ്പോൾ ജസ്റ്റ് വായിച്ചു വിടാതെ. ഫർദർമോർ, Shelley uses this profound isolation to critique the romantic myth of isolated genius, presenting a chilling critique of unregulated ambition that wants how cutting oneself off from human sympathy ultimately leads to emotional ruin and tragic self-destruction. അതായത് ഒരു റൊമാൻറ്റിക് ഐഡിയ ഉണ്ട്, ഒരു മിത്ത് ഉണ്ട്. അതായത് there is this isolated genius, ഭയങ്കര ബുദ്ധിയുള്ള മനുഷ്യൻ. ഡോക്ടർ ഫോസ്റ്റസിന്റെ ഒക്കെ കാര്യം പറയുന്നവരുണ്ട്. ഭയങ്കര ബുദ്ധിയുള്ള മനുഷ്യൻ, അവൻ ഐസൊലേറ്റഡ് ആയിരിക്കണം, അവന് മനുഷ്യന്മാരുടെ കമ്പനി ആവശ്യമില്ല, കാര്യം അവൻ വേ എബോവ് നോർമൽ ഹ്യൂമൻ ലൈഫാണ്. അപ്പൊ അങ്ങനെ ഒരു റൊമാൻറ്റിക് മിത്തിനെ ഇവിടെ ഷെല്ലി ക്രിട്ടിസൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എങ്ങനെ? കാര്യം അങ്ങനെ ഐസൊലേറ്റ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ഫ്രം ഹ്യൂമൻ സിമ്പതി ആൻഡ് ഹ്യൂമൻ ഇമോഷൻസ്, അത് സെൽഫ് ഡിസ്ട്രക്ഷനിലോട്ടേ നയിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഇമോഷണൽ റൂയിനിലോട്ടെ, ഇമോഷണൽ ഡിവാസ്റ്റേഷനിലോട്ടെ നിങ്ങൾ നയിക്കത്തുള്ളൂ. So this cautionary framework emphasizes that human identity is inherently rational, proving that any attempt to bypass, inherently relational, proving that any attempt to bypass community and society inevitably results in catastrophic downfall. അതായത് ഹ്യൂമൻ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഇൻഹറന്റ്ലി റിലേഷണൽ ആണ് എന്ന് പറഞ്ഞാൽ പരസ്പര പൂരിതമാണെന്ന് നമുക്ക് പറയേണ്ടി വരും. ഹ്യൂമൻ ബീങ് ഇസ് എ സോഷ്യൽ ആനിമൽ. അങ്ങനെ നിങ്ങൾ കേട്ടിട്ടില്ല? ഒരു സോഷ്യൽ ആനിമൽ ആണ്, പരസ്പര പൂരിതമാണ് മനുഷ്യന്മാരുടെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പം അതൊരു കമ്മ്യൂണിറ്റി ലൈഫിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട്, സൊസൈറ്റിയെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ വളരെ ട്രാജിക് ആയിട്ടുള്ള ഒരു എൻഡ് ആയിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് അവിടെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം. എഗെയിൻ ശ്രദ്ധിക്കുക, ഇത് വളരെ ബ്രില്യൻ്റ് ആയിട്ട് ഈ പറയുന്ന പോലെ എല്ലാ കോൺസെപ്റ്റുകളെയും ഇൻകൾക്കേറ്റ് ചെയ്യുന്നുണ്ട്. സോ make frame answers like this. So other questions which you can expect. Scientific hubris in Mary Shelley's Frankenstein. അപ്പൊ എത്രത്തോളം വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ സയൻസിൽ ഒബ്സസ്ഡ് ആകുന്നു എന്നുള്ളത് നമുക്ക് അവിടെ എഴുതാം. ആ ഒരു കാലഘട്ടത്തില് സയൻസ് എങ്ങനെ ആയിരുന്നു എന്നൊന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു ബാക്ക് ഡ്രോപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ അതവിടെ നമുക്ക് എഴുതാം. പിന്നെ ഇത് ഒരു ടിപ്പ് പറഞ്ഞുതരാം. അൾട്ടിമേറ്റ്ലി നോളേജ് അക്യൂമുലേറ്റ് ചെയ്യുന്നതിനേക്കാളും ഈ ഒരു ഇങ്ങനത്തെ എക്സാംസിനൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങൾ അക്യൂമുലേറ്റ് ചെയ്ത നോളജ് നിങ്ങൾ എവിടെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പം സപ്പോസ് നിങ്ങൾ റൊമാൻറ്റിക് ഏറയിലെ ഒരു കാര്യത്തിനെ പറ്റി പറയുമ്പോൾ ഇൻഡസ്ട്രിയലൈസേഷന്റെ ഒരു എലമെന്റ് അവിടെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം വിക്ടോറിയൻ എറയിലോ ഫേമസ് ആയിരുന്ന ഇൻഡസ്ട്രിയലൈസേഷന്റെ റൂട്ട്സ് നിങ്ങൾക്ക് ഇവിടെയും കാണാൻ പറ്റും എന്നുള്ളത് അതൊരു കിടിലം പോയിന്റ് ആയിരിക്കും. മനസ്സിലായോ? നിങ്ങൾക്കറിയാം വിക്ടോറിയൻ ഏജിൽ ഇൻഡസ്ട്രിയലൈസേഷൻ ഉണ്ട്, പക്ഷെ നിങ്ങളൊരു റൊമാൻറ്റിക് ഏജിലെ വർക്ക് പഠിക്കുമ്പോൾ അതിനകത്ത് ഇൻഡസ്ട്രിയലൈസേഷൻ എലമെന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പോയിന്റ് എഴുതാം. അവിടെ ഐ മീൻ ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കേട്ടോ, നിങ്ങളുടെ തലയിൽ വെച്ചേക്കുന്ന സാധനം കൃത്യം എവിടെ എങ്ങനെ പ്ലേസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് നിങ്ങളുടെ ഒരു ബ്രില്യൻസ് ഇരിക്കുന്നത്. അല്ലാതെ പഠിക്കാൻ ഈ സാധനങ്ങളൊക്കെ തലയിലോട്ട് കയറ്റി വെക്കാൻ ഒരു ആവറേജ് മനുഷ്യന് പറ്റും. കഥയും കവിതകളുമാണ്, ഇച്ചിരി ഒന്ന് എൻജോയ് ചെയ്ത് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് എവിടെ എപ്പോ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. തോക്കിന്റെ കാര്യം പറഞ്ഞ പോലെയാണ്, ആരെ വെടിവെക്കുന്നു എന്നുള്ളതനുസരിച്ചാണ്, ആരെ ഷൂട്ട് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചാണ്, എപ്പം ഷൂട്ട് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചാണ്. ഓക്കെ, ഞാൻ വയലൻസ് പ്രൊമോട്ട് ചെയ്യുന്നല്ല കേട്ടോ, പെട്ടെന്നൊരു മെറ്റഫറിക്കൽ ഇതിലങ്ങ് പറഞ്ഞതാണ്. ഇനി മോൺസ്ട്രസ് ക്രിയേഷൻ ഇൻ മേരി ഷെല്ലീസ് ഫ്രാങ്കൻസ്റ്റൈൻ, അതും യു കൻ എക്സ്പെക്ട് ഇറ്റ്സ് എ ജനറൽ ക്വസ്റ്റ്യൻ. അടുത്തത് സൈക്കോളജിക്കൽ ഓപ്പറേഷൻ ഇൻ സിൽവിയ പ്ലാത്ത്സ് ഡാഡി. ഇവിടെയും ഇതൊരു കോമൺ തീം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് ആൻഡ് ഇറ്റ്സ് എ ഒബ്വിയസ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ സാധ്യത, ഐ മീൻ ഇതിന് ഈ ഒരു ലൈനിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് ലെറ്റ്സ് ലുക്ക് അറ്റ് ദി ആൻസർ.
Psychological oppression in Sylvia Plath's Daddy is powerfully dramatized through the speaker's intense, ongoing struggle to break free from the suffocating emotional and authoritarian control of her father. അതായത് ഷീസ് ട്രൈങ് ടു ബ്രേക്ക് ഫ്രീ ഫ്രം ദി ഇമോഷണൽ ആൻഡ് അതോറിറ്റേറിയൻ കൺട്രോൾ ഓഫ് her ഫാദർ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പോയമാണ്. ദി ഫാദർ ഫിഗർ ഹിയർ ഈസ് സൈമൾട്ടേണിയസ്ലി ഐഡലൈസ്ഡ് ആൻഡ് ഡീമണൈസ്ഡ്. ഒരേ സമയം ഐഡലൈസ് ചെയ്യപ്പെടുകയും ഒരേ സമയം ഡീമണൈസ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു 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 ഫിഗറാണ്. ഇതിൽ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാനത് എനിക്ക് തോന്നുന്നു ഏതൊരു ലെക്ചറിൽ കേട്ടതാണ്. ഈ ഒരു പോയത്തിനകത്തുള്ള ഈ ഒരു കോംപ്ലക്സ് ഉണ്ടല്ലോ, ഒരു സൈമിൾട്ടേണിയസ്ലി ഐഡലൈസ് ചെയ്യുന്നു, സൈമിൾട്ടേണിയസ്ലി ഡീമണൈസ് ചെയ്യുന്നുള്ളത്, അതിന്റെ ഒരു പ്രൂഫാണ് ഈ അച്ഛൻ എന്നുള്ളതിന്റെ ഒരു ഒരു ഫോർമൽ വേർഡ് ഫാദർ എന്നാണ്. ഈ ഡാഡി എന്നും പപ്പ എന്നും ആൾക്കാർ വിളിക്കുന്നത് ഈസ് ബിക്കോസ് ഓഫ് ദി അഫെക്ഷൻ. ഇച്ചിരി ഡിഫറന്റ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഡാഡി എന്ന് വിളിക്കത്തില്ല. ഇൻഡിഫറന്റ് ആയിട്ടുള്ള ഒരാൾ ഒരിക്കലും ഒരാൾ ഡാഡി എന്ന് വിളിക്കത്തില്ല, ഫാദർ എന്ന് വിളിക്കത്തുള്ളൂ. പക്ഷെ അഫെക്ഷനേറ്റ് ആയിട്ട് ഡാഡി എന്നുള്ള വാക്കാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പക്ഷെ പറയുന്നത് പച്ചത്തെറി കുറെ വിളിക്കുന്നുണ്ട്, ഈ ബാസ്റ്റഡ് എന്നൊക്കെ പറഞ്ഞ് തെറി വിളിക്കുന്നുണ്ട്, പക്ഷെ ഡാഡി എന്ന് വിളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ഇതിന്റെ ഒരു ഈ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറഞ്ഞൊരു മലയാളം മൂവിയുണ്ട്. അതിൽ ശ്രീനിവാസന്റെ ഒരു ക്യാരക്ടർ ഉണ്ട്. പുള്ളി ജയറാമിന്റെ അടുത്ത് വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ അച്ഛൻ എനിക്കെതിരെ കേസ് കൊടുത്തു, ആ സമദ്രോഹി മുടിഞ്ഞു പോണേ, എന്നാലും ആ മനുഷ്യന് നല്ലത് വരുത്തണേ. ഇങ്ങനെ ഒരു സാധനം ഒറ്റ സെന്റൻസ് അതൊന്ന് കളിക്കുന്നുണ്ട്. ഇത് ഏതാണ്ട് അതുപോലെയാണ്. ഓക്കെ, പക്ഷെ ഇവിടെ നമ്മളതിന്റെ ഡെപ്തിലോട്ട് പോകുമ്പോൾ യു ക്യാൻ സീ ട്രോമ. നിങ്ങൾക്ക് ട്രോമ കാണാൻ പറ്റും. ഡീപ്ലി ട്രോമറ്റൈസ്ഡ് സൈക്കിയാണ്. അപ്പൊ ഈ ഒരു പാട്രിയാർക്കൽ ഫിഗർ കാരണം ഉണ്ടായ ഒരു ട്രോമയുണ്ട്. പക്ഷെ ആ ഫിഗറിനെ പുള്ളിക്കാരി ഒരേ സമയം ഐഡലൈസ് ചെയ്യുകയും ഡീമണൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ് പേഴ്സൺ ഈസ് എ ഗോഡ് ലൈക്ക് ടൈറന്റ് ഓവർ ഹെർ ഇന്റേണൽ വേൾഡ്. ഈ ഗോഡ് ലൈക്ക് ടൈറന്റ് എന്നുള്ള ഒരു വേർഡൊക്കെ ഈ ഡാഡിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. കാര്യം ഗോഡ് എന്ന് പറയുമ്പോൾ ജെന്റിൽ ആയിട്ടുള്ള, നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള, ഡിവൈൻ ആയിട്ടുള്ള, ഡെലിക്കേറ്റ് അല്ല, ഡിവൈൻ ആയിട്ടുള്ള ഒരു ഫിഗറും, ടൈറന്റ് എന്ന് പറയുന്നത് ഒരു ചിലപ്പോഴൊക്കെ ഗോഡിന് ഒരു ടൈറന്റ് ഫിഗറും പല ആൾക്കാരും ആട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാറില്ലേ. സോ ഗോഡ് ടൈറന്റ് എന്നുള്ള ഒരു അമാൽഗമേഷൻ ഒക്കെ നിങ്ങൾ ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എഴുതുമ്പോൾ യൂസ് ചെയ്താൽ നന്നായിരിക്കും. ത്രൂ സ്ട്രൈക്കിംഗ് ഇമേജറി ദാറ്റ് മെർജസ് പേഴ്സണൽ ട്രോമ വിത്ത് ഹിസ്റ്റോറിക്കൽ അട്രോസിറ്റീസ്, പ്ലാത്ത് ഡെപിക്ട്സ് ഹൗ ദ മെമ്മറി ഓഫ് ദ ഫാദർ ആക്ട്സ് ആസ് ആൻ ഇൻവിസിബിൾ പ്രസന്റ്. എ വെരി ഗുഡ് പോയിന്റ്. ഈ അച്ഛന്റെ മെമ്മറി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഹാംലെറ്റിന് ഡെൻമാർക്കും വേൾഡും ഒരു പ്രസൻ ആണെന്ന് പറയുന്നത് പോലെയാണ്. ഫാദറിന്റെ മെമ്മറി എന്ന് പറയുന്നത് ഫോർ ഹെർ ഈസ് ആൻ ഇൻവിസിബിൾ പ്രസൻ. സോ ദാറ്റ് ഡിക്റ്റേറ്റ് ഹെർ ഫിയേഴ്സ്, ഡിസയേഴ്സ് ആൻഡ് റിലേഷൻഷിപ്സ്. കാര്യം അത് അവളുടെ ഉള്ളിലൊരു ട്രോമയായിട്ട് കിടക്കുന്നുണ്ട്. അവളുടെ ലൈഫിന്റെ പല ഡിസിഷൻസിനെയും അതിങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ദെയർ ഇൻസൈഡ് ദ ഹെഡ് ലൈക്ക് എ കോൺസ്റ്റന്റ്ലി റിംഗിങ് വോയിസ്. ആൻഡ് വാട്ട് മേക്സ് ഇറ്റ് മോർ കോംപ്ലിക്കേറ്റഡ് ഈസ് ഇപ്പൊ ഹെയ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്, ഇഷ്ടപ്പെടാനും എളുപ്പമാണ്. ഇതിലേത് വേണം എന്നറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈസ് കൈൻഡ് ഓഫ് മെസ്ഡ് അപ്പ്. തിങ്ക് അബൌട്ട് ഇറ്റ്. ഓക്കെ, സോ ദിസ് ഇന്റേണൽ ഡോമിനേഷൻ ലീവ്സ് ഹർ ഫീലിംഗ് പെർപെച്വലി ഇൻഫാന്റലൈസ്ഡ്, ടെററൈസ്ഡ് ആണ്. ഒരു ട്രാപ്പാണ്, ഒരു സൈക്കിളിൽ ട്രാപ്ഡ് ആണ്, ഒരു സൈക്കോളജിക്കൽ ബോണ്ടേജിൽ ഷീസ് ട്രാപ്ഡ്. അപ്പൊ മോർണിംഗും കിട്ടുന്നില്ല, ഒരു ക്ലോഷർ ഒന്നും കിട്ടുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, ഒരു വല്ലാത്ത ഒരു അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ചാടാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ അങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ദെൻ കമ്മിങ് ടു അതിന്റെ കണ്ടിന്യൂഷൻ ആണ്, ദിസ് ഡൈനാമിക് ഓപ്പറേറ്റ്സ് ത്രൂ എ ഡീപ്ലി ഇന്റേണലൈസ്ഡ് ആർക്കിടെക്ചർ ഓഫ് ഫാസിസ്റ്റ് കൺട്രോൾ. അപ്പൊ ഇതിന്റെ ഒരു എലമെന്റ് എന്ന് പറയുന്നത് ഇതൊരു ഫാസിസ്റ്റ് കൺട്രോൾ ആണ്. ഇത് ഒരു അണ്ടർലൈൻ സൈക്കോളജി അത് തന്നെയാണ്. കാര്യം അതിനെ ഇക്വേറ്റ് ചെയ്തിരിക്കുന്നത്, ഈ ഒരു ഫാസിസ്റ്റ് കൺട്രോൾ ഇതിനെ ഇക്വേറ്റ് ചെയ്തിരിക്കുന്നത് ഹോളോകാസ്റ്റുമായിട്ടാണ്. ഒരു നാസി ജർമ്മനി, നാസി ഫിഗറുമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്, ഇക്വേറ്റ് ചെയ്യുന്നുണ്ട്. സ്പീക്കറിന് ഒരു ജൂയിഷ് വിക്ടിമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഡൊമസ്റ്റിക് സ്ഫിയറിലുള്ള അബ്യൂസും ഒരു ഗ്രാൻഡ് സ്കീമിലുള്ള അബ്യൂസ് തമ്മിലൂടെ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു പാരലൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, വിച്ച് എൻഹാൻസസ് ദി ട്രോമ ഫേസ്ഡ് ബൈ ഹർ. അത് കുറച്ചുകൂടെ അതിനെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ആ ഒരു മെറ്റഫർ അതിനെ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യുന്നുണ്ടോ നമുക്ക് പറയാം. ഓക്കെ, ഇനി അവിടുത്തെ ഒരു ബ്ലൂ കളർ ഫോണ്ട് നോക്കിക്കേ. Furthermore, the poem builds toward a rare and harrowing psychological realization that true liberation requires an active act of symbolic patricide and ritual exorcism rather than mere forgiveness. അതായത്
ഒരു 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 സൈക്കോളജിക്കൽ റിയലൈസേഷൻ ഉണ്ട് ഈ പോയത്തിൽ. ഒരു സിംബോളിക് പാട്രിസൈഡ്, അച്ഛനെ കൊല്ലാനല്ല പറയുന്നത്, ഒരു സിംബോളിക് പാട്രിസൈഡും ഒരു റിച്വൽ എക്സോർസിസവും ഒരു തരം, അതായത് ഒരു കൈൻഡ് ഓഫ് കഥാഴ്സിസ്, ഒരു വിയേർഡ് കൈൻഡ് ഓഫ് കഥാഴ്സിസ് ഉണ്ടെങ്കിലേ ഇവിടെ ഈ പറയുന്ന ഒരു ഒരു എന്താ പറയുക, ഒരു ലിബറേഷൻ കിട്ടത്തുള്ളൂ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ചില സിംബോളിക് കാര്യങ്ങളുണ്ട്. ഇപ്പം ക്ലോഷർ കിട്ടാത്ത ചില അവസ്ഥകളിലൊക്കെ ചിലപ്പം ഈ തെറാപ്പിസ്റ്റുകളെയോ സൈക്കോളജിസ്റ്റിലൊക്കെ കാണുകയാണെങ്കിൽ അവർ പറയും, നിങ്ങൾക്ക് ഒരു വ്യക്തിയോട് പറയാനുണ്ടായിരുന്ന കാര്യം ഒരു ലെറ്ററിൽ എഴുതിയിട്ട് കത്തിച്ച് കളയാൻ പറയും, ഒരു ക്ലോഷർ കിട്ടാനാ. ആക്ച്വലി ശരിക്കും അങ്ങനെ സജസ്റ്റ് ചെയ്യാറുണ്ട് ചിലർ. അപ്പോ അത് ചെയ്യുമ്പോൾ ഒരു ക്ലോഷർ കിട്ടും. ദാറ്റ് ഈസ് എ സിംബോളിക്, എന്താ പറയുക, ഒരു സിംബോളിക് എൻഡ് അല്ലേ. അതുപോലെയുള്ള, അല്ലെങ്കിൽ അത്തരം ഒരു കഥാഴ്സിസ് ഒക്കെ വേണം എന്നുള്ള രീതിയിലാണ് ഇവിടെ ഒരു റിയലൈസേഷനോട്ട് എത്തുന്നത്. നൗ ദാറ്റ് ഇസ് എൻ ഇന്റർപ്രിട്ടേഷൻ. അത് എനിക്ക് പേഴ്സണലി തോന്നിയൊരു ഇന്റർപ്രിട്ടേഷൻ ആണ്. സോ ഇഫ് യു ഫീൽ ദിസ് ഇസ് റോങ്, ദാറ്റ് ദിസ് ഇന്റർപ്രിട്ടേഷൻ ഈസ് റോങ്, നിങ്ങളുടെ നല്ല ഇന്റർപ്രിട്ടേഷൻസ് അവിടെ സപ്ലൈ ചെയ്യുക. നമ്മൾ ലിറ്ററേച്ചർ ആണ് പഠിക്കുന്നത്. ഞാൻ പറയുന്നത് വേദവാക്യമല്ല, ഞാൻ പറയുന്നത് അൾട്ടിമേറ്റ് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ലെവൽ എടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്റർപ്രിട്ടേഷൻസ് ധൈര്യമായിട്ട് എഴുതാം. മേക്ക് ഷുവർ ഇറ്റ് മേക്സ് സെൻസ്. അത്രേ ഉള്ളൂ, മിനിമം ഗ്യാരണ്ടി വേണം. By finally dismantling the myth of her oppressor and declaring that she is true, the speaker breaks the cycle of psychological terror, demonstrating that overcoming profound emotional oppression demands the total destruction of the internal phantoms that God once passed. അത് ഇച്ചിരി പൊളിറ്റിക്കലി എഴുതിയതാണ്, വേണമെങ്കിൽ ഇതിന് എഴുതിയാൽ മതി, ഒരു നിർബന്ധമില്ല. അതായത് ഈ ഒപ്രസറിന്റെ ഒരു സൈക്കിളിൽ നിന്നൊക്കെ പുള്ളിക്കാരി ഇവിടെ ത്രൂ ആയിട്ട് പുറത്തു വരുന്നുണ്ട്. ആൻഡ് അതുകൊണ്ട് എന്താണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്? നമുക്ക് ഇമോഷണൽ ഇഷ്യൂസിനെ ഓവർകം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പാസ്റ്റിനെ ഗാർഡ് ചെയ്ത് നിൽക്കുന്ന ഇന്റേണൽ ഫാറ്റംസിനെ നമ്മൾ ഡിസ്ട്രോയ് ചെയ്യേണ്ടി വരും. ഇന്റേണൽ ഫാറ്റംസിനെ നമ്മൾ ഡിസ്ട്രോയ് ചെയ്യേണ്ടി വരും. ഇച്ചിരി കൂടെ മലയാളത്തിൽ ഒരു പൊലിപ്പിച്ച് പറയുകയാണെങ്കിൽ ഭൂതകാലത്തിനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഭൂതങ്ങളെ നമ്മൾ നശിപ്പിക്കേണ്ടി വരും. പറയൊരു സുഖമുണ്ടല്ലേ, ഭൂതകാലത്തിന് കാത്തു സൂക്ഷിക്കുന്ന ഭൂതം. അപ്പോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഡിസ്ട്രോയ് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, കയറി വരാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു സംഭവം. അത് ഒരു പൊളിറ്റിക്കൽ എഴുതിയെന്നുള്ളതേ ഉള്ളൂ, വേണമെങ്കിൽ അങ്ങനെ എഴുതിയാൽ മതി, എനിക്ക് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്: പെറ്റേണൽ ട്രോമ ഇൻ സിൽവിയ പ്ലാത്ത്സ് ഡാഡി, സംവാട്ട് സിമിലർ ടു വാട്ട് വി ഹാവ് ഡിസ്കസ്ഡ്. ലിബറേഷൻ ഇൻ സിൽവിയ പ്ലാത്ത്സ് ഡാഡി, അതും ഈ പറയുന്ന പോലെ ഹൗ ലിബറേഷൻ ഈസ് പോസിബിൾ ഹിയർ. ആ പോയത്തിന്റെ ടുവേർഡ്സ് എൻഡ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ലിബറേഷൻ ഇൻ സിൽവിയ പ്ലാത്ത്സ് ഡാഡി. അപ്പോ ഞാനൊരു 5 സാമ്പിൾ ആണ് നിങ്ങൾക്ക് തന്നത്, തീം ബേസ്ഡ് ക്വസ്റ്റ്യന്റെ ഒരു 5 സാമ്പിൾ. അപ്പോ ഇതെങ്ങനെ തീമിനോട് സ്റ്റിക്ക് ഓൺ ചെയ്ത് എഴുതുക എന്നുള്ളത്, എങ്ങനെ നമുക്ക് ആൻസേഴ്സ് ശ്രദ്ധിക്കുക. ഇതൊക്കെ കോമൺ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ കോമൺ ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഡിഫറെന്റ് ആക്കണം. അപ്പൊ എങ്ങനെ ഡിഫറെന്റ് ആക്കാം, എങ്ങനെ റിച്ച് വിത്ത് ഇൻഫർമേഷൻ ആക്കാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ഞാൻ ഇനി പറഞ്ഞതുപോലെ ഈ ഓരോ വർക്കിലെയും തീം ബേസ്ഡ് ക്വസ്റ്റ്യൻസിന്റെ ഒരു PDF, എല്ലാ വർക്കിന്റെയും തീം ബേസ്ഡ് ക്വസ്റ്റ്യന്റെ ഒരു PDF, അതായത് ആൻസർ അല്ല ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്തുള്ളത്. അത് ഞാൻ സപ്ലൈ ചെയ്യാം, അത് നിങ്ങളിലോട്ട് എത്തിക്കാം. അപ്പോൾ അത് ഒന്ന് നോക്കുക, അത് കൃത്യമായിട്ടൊന്ന് നോക്കുക. അപ്പൊ പഠിക്കുന്ന സമയത്ത് ഇതും കൂടെ ഒക്കെ അടുത്ത് വെച്ച് പഠിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. കാര്യം ബേസിക് തീം നിങ്ങൾ നോക്കി പോകുന്നത് എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഉപകാരം ചെയ്യത്തുള്ളൂ, എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകത്തുള്ളൂ, അല്ലാതെ നിങ്ങൾക്ക് ദോഷം വരത്തില്ല അതിൽ നിന്ന് ഒരിക്കലും. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. ബൈ, ടേക്ക് കെയർ.